ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യുന്നത് 2024 ആഗസ്റ്റ് മാസഫലമാണ്. അപ്പോൾ ഈ ഓരോ ഓഗസ്റ്റ് മാസത്തിൽ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഈ വരാൻ പോകുന്ന ഒരു മാസ കാലഘട്ടം എന്തൊക്കെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ വരിക എന്നൊരു ധാരണ ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാസഫലം എന്ന് പറയുക. അപ്പോൾ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫലം പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളും നിർബന്ധമായിട്ട് കേൾക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഫലം നിങ്ങൾക്ക് എത്രമാത്രം അനുയോജ്യമാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഫലം കാണുന്നത് നിങ്ങൾക്ക് രാശിഫലമായിട്ട് ചന്ദ്രാൾ വെച്ച് കാണാം, അതല്ലെങ്കിൽ ലഗ്നഫലമായിട്ട് കാണാം കേട്ടോ. ഇത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു അക്യുറേറ്റായി നിങ്ങൾക്ക് ഒരു പ്രിഡിക്ഷൻ ലഭിക്കും. നമുക്ക് അധികം താമസിക്കില്ല, നമുക്ക് വീഡിയോ കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൺ കൂടെ അമർത്തുമെങ്കിൽ നമ്മളിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള കണ്ടന്റ് വരുമ്പോൾ അന്നേരം തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. മേടക്കൂർ അശ്വതി ഫലി കാർത്തിക കാടുകുന്ന 2.25 നക്ഷത്രമാണ് മേടക്കൂർ എന്ന് പറയുക. അപ്പൊ ഈ മേടരാശിക്കാർക്ക് അല്ലെ മേട ലഗ്നക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗുരുവും കുജനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് 2-ല്. മേടത്തിന് ഗുണകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയം തന്നെയാണ്. ഗുരുമംഗള യോഗം പറയാവുന്ന സമയമൊക്കെയാണ്. മേടത്തിന്റെ അധിപനായ കുജൻ 9ാം ഭാവാധിപനാണ് ഗുരു. ഇവർ രണ്ടും കൂടിയാണ് യോഗം ചെയ്ത് നിൽക്കണം അല്ലേ. അപ്പൊ രാജയോഗമൊക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ്. ബുധനും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. 5-ൽ സൂര്യൻ 4-ൽ നിന്നും 5ാം ഭാവത്തിലേക്ക് ആഗസ്റ്റ് 16-ാം തീയതിയോടെ രാശി മാറുന്നതാണ്. നല്ല പൊസിഷനായിട്ട് തന്നെ കാണാവുന്ന സമയം തന്നെയാണ് കേട്ടോ. ശുക്രൻ 25-ാം തീയതിക്ക് ശേഷം കേതുവിനോടെ 6-ാം ഭാവത്തിലേക്ക് പോകും. കുജൻ 26-ാം തീയതി 3-ലേക്ക് രാശി മാറുന്നതായിരിക്കും. ശനി നിൽക്കുന്ന പൊസിഷൻ തന്നെയാണ്. ഓക്കെ. അപ്പോൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ കരിയർ, ജോബ്, അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശനി ഇപ്പോൾ വക്രഗതിയിലായി സഞ്ചരിക്കുന്ന സമയമാണ്. ഗുരുവും കുജനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന സമയം. ബുധനും ശുക്രനും കൂടി 5-ാം ഭാവത്തിൽ ഇപ്പോൾ ഒരു നല്ല ദശാകാലം കൂടിയാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ജാതകത്തിൽ നമുക്കിപ്പോൾ നല്ല ദശാകാലം കൂടിയാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ഗുണകരമായ ഫലങ്ങൾ നമുക്ക് പൂർണ്ണമായി ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. അപ്പോൾ ഒന്ന് പരിശോധിക്കുക, നമ്മുടെ ദശാനാഥൻ ആരാണ്, ദശ എങ്ങനെയാണ് പോകുന്നത് ഈ മാസം എന്നും കൂടി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഫലങ്ങളൊക്കെ അനുഭവത്തിലേക്ക് എത്തും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ശക്തമായി നടക്കാനുള്ള യോഗമൊക്കെ കാണുന്ന സമയത്താണ്. നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത് നമുക്ക് കരിയർ റിലേറ്റഡ് ആയാലും നമുക്ക് സ്റ്റഡി റിലേറ്റഡ് ഒക്കെ ആയാലും നമുക്കിപ്പോൾ ജോബ് നോക്കുന്നുണ്ട്, ജോബ് റിലേറ്റഡ് ബിസിനസ് റിലേറ്റഡ് നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻ ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ, നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. ഇപ്പം നല്ലൊരു നേരം തന്നെയാണ്. നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റിയ സമയം തന്നെയാണ്. കരിയർ റിലേറ്റഡ് ആയിട്ട് പെൻഡിങ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വക്രശനി സഹായിക്കുന്നൊരു സമയം തന്നെയാണ്. കുറച്ച് അലച്ചിലൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും നമുക്ക് നമ്മൾ ചെയ്യുന്ന തൊഴിൽ നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ. അപ്പം പൊതുവേ കരിയർ റിലേറ്റഡ്, ജോബ് റിലേറ്റഡ് ആയിട്ട്, ബിസിനസ് റിലേറ്റഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്, സാഹചര്യമാണ് കേട്ടോ. അടുത്ത കുടുംബ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഫാമിലി റിലേറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് യോഗകാലമാണെന്ന് പറയുന്ന കാലമാണ്. ഗുരുമംഗള യോഗം പറയാവുന്ന സമയമാണ്. കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ്. അതിന് കൂട്ടായ ശുക്രൻ ഉണ്ട്. 16-ാം തീയതി മുമ്പ് തന്നെ സംസാരിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അനുകൂലമായിരിക്കും. 16 ശേഷത്തേക്ക് പോകേണ്ട, 16-ന് മുമ്പ് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും കേട്ടോ. കൃത്യമായി ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക. വിവാഹ യോഗങ്ങളൊക്കെ പറയാവുന്ന സമയം തന്നെയാണ്. കുടുംബ ഐക്യമൊക്കെ ഉണ്ടാവാൻ യോഗമുള്ള ഒരു സാഹചര്യം തന്നെയാണ് കേട്ടോ. അപ്പം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തീരുമാനം എടുക്കുമ്പോൾ ജീവിത പങ്കാളിയുമായിട്ടും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആ തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അനുകൂലമായ ഫലങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും കേട്ടോ. അതുപോലെ നമുക്ക് നമ്മുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് കിട്ടും. അതാണ് കുറേ നാളായിട്ട് സന്താന ഇല്ല എന്നുള്ള ദുഃഖത്തിലൊക്കെ ജീവിക്കുന്ന പങ്കാളികൾ അല്ലെങ്കിൽ ദമ്പതികൾക്ക് ഒരു സന്തോഷമായിട്ട് നമുക്ക് ഈ ഒരു മാസം കാണാൻ സന്താന ഭാഗ്യം, സന്താന ഗുണമൊക്കെ പറയാവുന്ന ഒരു മാസം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ. അപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബുധനും ശുക്രനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്.
നമുക്ക് കായികപരമായിട്ടുള്ള അഭിരുചിയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു നേരം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുക. നമുക്ക് നമ്മുടെ എക്സാം പ്ലാനിങ്ങിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു സമയം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് കൃത്യമായ പ്ലാൻ ചെയ്യാൻ, നല്ല കോൺഫിഡൻസ് ആയി പ്ലാൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്സസ് നേടാൻ പറ്റും കേട്ടോ. അതുപോലെ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, കുടുംബത്തിലെ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 25-ാം തീയതി വരെ എന്താണ് വളരെ നല്ല സമയം തന്നെയാണ്. ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കാനൊക്കെ പറ്റുന്നൊരു സമയം തന്നെയാണ്. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് കേട്ടോ. മനസ്സന്തോഷങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. മനസ്സിലുണ്ടായിരുന്ന ദുഃഖങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ജീവിതത്തിൽ അനുഭവിച്ച പല ബുദ്ധിമുട്ടുകളൊക്കെ അത് ഓർമ്മ മനസ്സിലുണ്ടല്ലേ, അതൊക്കെ മറികടന്ന് നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് നയിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ 25-ാം തീയതി വരെ പ്രശ്നങ്ങളോ ആരോഗ്യ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിനുശേഷം ശുക്രൻ 25-ാം തീയതി കേതുവിനോട് കൂടെ നീചത്തിലെത്തുമ്പോഴാണ് കുറച്ച് ആളുകൾക്കെങ്കിലും ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങുക. അടിവര സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ, ഇൻഫെക്ഷൻസ്, അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒത്തിരി വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗുരുദൃഷ്ടി ഉണ്ടായതുകൊണ്ട് അതൊക്കെ അങ്ങ് പരിഹരിച്ച് പയ്യെ പോകും കേട്ടോ. എന്നിരുന്നാലും ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക, ആഹാര കാര്യങ്ങൾ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പകർച്ചവ്യാധികളൊക്കെ വരാതിരിക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇത്രയൊക്കെയാണ് മേടരാശിക്കാരുടെ അല്ലെ മേടലഗ്നക്കാരുടെ ഫലം എന്ന് പറയുക. ഇടവരാശി അഥവാ ഇടവലഗ്നം, കാർത്തിക, മുക്കാല, രോഹിണി, മകേരമാരടങ്ങുന്ന 2 നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുക. അപ്പൊ ഈ ഇടവരാശി ജനിച്ചവർക്ക് അല്ലെ ഇടവലഗ്നത്തിൽ ജനിച്ചവർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നോക്കിക്കഴിഞ്ഞാൽ, ഇവർക്ക് 1-ാം ഭാവത്തിൽ ഗുരുവും കുജനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. 4-ാം ഭാവത്തിൽ ബുധനും ശുക്രനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന സമയവും. ഇടവരാശിക്ക് ബുധനും ശുക്രനും ചേർന്ന് നിൽക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ലക്ഷ്മി നാരായണ യോഗം, രാജയോഗം ഒക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ്. ശനിയുടെ ദൃഷ്ടി ഉള്ള സമയമാണ് ബുധനും ശുക്രനും. 9-ാം 10-ാം ഭാവാധിപനാണ് ശനി എന്ന് പറയുക. ബുധന് 2, 5-ാം ഭാവാധിപനും ശുക്രൻ 1, 6-ാം ഭാവാധിപനും. ഒരു നല്ല യോഗത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം നമുക്ക് പൊതുവെ ജോബ് റിലേറ്റഡ് ആയിട്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ട്, നമുക്കൊരു കരിയർ റിലേറ്റഡ് ആയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ മാസമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. പുതിയൊരു തുടക്കത്തിനൊക്കെ നമുക്ക് അനുകൂലമായ സമയമാണ്. പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇറങ്ങി ചെയ്യാൻ പറ്റുന്നൊരു മാസം തന്നെയായിരിക്കാം. ഓക്കെ, നല്ല സമയമാണ്. ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ നല്ലൊരു സമയമാണ്. യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ടൈം തന്നെയായിരിക്കും. പുതിയൊരു ശ്രമത്തിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അനുകൂലമായ സാഹചര്യമാണ്. പുതിയൊരു ജോലി നോക്കി അത് അനുകൂലമാണ്. പുതിയൊരു ബിസിനസ്സിന് ഇറങ്ങാൻ നിൽക്കുന്നു, അത് അനുകൂലമായൊരു സാഹചര്യം വരും. അതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്താലോ എന്ന് ചിന്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയാം. പിന്നെ കൃത്യമായിട്ട് ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഞാൻ ഈ ഒരു മാസം ചെയ്താൽ നല്ലതാണല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ അറിയില്ലാത്തൊരു ബിസിനസ് പോയി ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ജോലിയൊക്കെ നിർത്തിയാക്കാൻ ഞാൻ പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ പോകാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ആ ഇറങ്ങാൻ പോകുന്ന മേഖലയെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, നമ്മളൊരു കാര്യം നോക്കുമ്പോൾ നമ്മുടെ ലോജിക്കും കൂടി ചിന്തിക്കണമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യം തന്നെയാണ്. നമുക്ക് അനുകൂലമായ സമയമാണ്. ഓക്കെ, ഞാൻ നാളെ പോയൊരു സ്വർണ്ണക്കട ഇടും. ഓക്കെ, എനിക്ക് സ്വർണ്ണത്തെക്കുറിച്ചും അറിയത്തില്ല, ഞാൻ സ്വർണ്ണ കച്ചവടം ഞാൻ ചെയ്തിട്ടുമില്ല. ഓക്കെ, അപ്പം ഞാൻ നാളെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല ടൈമാണ് പറഞ്ഞാൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ പുറത്തുനിന്ന് ആൾക്കാരെ അങ്ങനെ വെക്കുന്നില്ല. അപ്പം എന്ത് സംഭവിക്കും? അവിടെ കൂടുതൽ നമ്മളെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ആ ഫീൽഡിനെ കുറിച്ച് അറിയാവോ? ഇപ്പം തൊഴിലാളികളുണ്ട്, സ്റ്റാഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ആ ഫീൽഡിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ധാരണയുണ്ടോ എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അതിലിറങ്ങാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ എനിക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ് ആക്കി എടുക്കാൻ സാധിക്കുള്ളൂ. മറ്റൊരാൾ പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? നമ്മളെ പിടിച്ച് കുരിയിലേക്ക് ഇടുന്ന അവസ്ഥയായിപ്പോൾ. ഓക്കെ, അപ്പം നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യാൻ നിൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആ ഫീൽഡിനെ കുറിച്ച് ധാരണ ഉണ്ടോ എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഇനി അതല്ല, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, എനിക്കൊരു ബിസിനസ് തുടങ്ങിയാൽ നല്ലതാണെന്ന് ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ബിസിനസ് സൈഡ് ആയിട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ സാലറിയുടെ 2 ഇരട്ടി എപ്പോഴാണോ ആ ബിസിനസ്സിന് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ കിട്ടുന്നത്, അന്നേരം ആ പഴയ ജോലി എന്ത് ചെയ്യുക, ഉപേക്ഷിച്ച് നിങ്ങൾക്ക് അതിലോട്ട് ഫുൾ ഫോക്കസ് കൊടുക്കാം. അതുവരെ അങ്ങനെ ഫുൾ ഫോക്കസ് മറ്റേന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്താ പറ്റുക, നിങ്ങൾക്ക് ആ ഫീൽഡിനെ കുറിച്ച് ധാരണയില്ല, നിങ്ങൾ എന്ത് പറ്റും,
ഭയങ്കരമായിട്ട് വീക്കായി പോകും. മറ്റൊരു ഫീൽഡ് ധാരണ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ഇപ്പുറത്തിൻ്റെ ഒരു വരുമാനം വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ, ഒരു ബാലൻസ് ആയിട്ട് നിൽക്കാൻ നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായി ലോജിക്കോടെ ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. നേരത്തെ പരാജയപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ഒന്ന് വിജയിപ്പിച്ചെടുക്കാനൊക്കെ സാധിക്കും. ഞാൻ നേരത്തെ ഒരു പരീക്ഷ എഴുതാൻ ശ്രമിച്ചായിരുന്നു, അന്നേരം ഞാൻ തോറ്റായിരുന്നു, അതുകൊണ്ട് ഇനി ഞാൻ എഴുതുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരെ ഇപ്പം ജോബിന് വേണ്ടിയൊക്കെ ആണെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ ഒരു മാസം നിങ്ങൾക്ക് അതിന് അനുകൂലമായ മാസമാണ് കേട്ടോ. വേറെ നമുക്ക് എന്താണ് ഒരു എക്സ്ട്രാ ആയിട്ടൊരു സപ്പോർട്ട്, ഒരു സഹായമൊക്കെ തരുന്നൊരു സമയം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഗ്രഹനില വെച്ച്. അതുപോലെ കുജനാണെങ്കിൽ നമുക്കൊരു ധൈര്യമൊക്കെ നൽകുന്ന സ്ഥാനത്ത് തന്നെയാണ്. സൂര്യൻ നമുക്കൊരു കംഫർട്ട് ഫേസ്, നമുക്ക് നല്ല എനർജി, ഊർജ്ജമൊക്കെ നൽകുന്ന ഒരു ടൈം തന്നെയാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനൊക്കെ നൽകുന്ന സമയമാണ്. തൊഴിലൊക്കെ നമുക്ക് പറയാവുന്ന സമയമാണ്. നമുക്ക് സമ്പത്തൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം, സാമ്പത്തിക നേട്ടമൊക്കെ പറയാവുന്ന ഒരു മാസം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് കേട്ടോ. അനുകൂലമായ സമയം തന്നെയാണ്. 25-ാം തീയതി വരെ എന്താണ് നല്ല സമയമാണ്. ബുധൻ വക്രത്തിൽ വരുന്നതോടെ പക്ഷെ എന്താണ് വളരെ പ്രശ്നങ്ങളൊന്നും നമുക്ക് പറയാനില്ല ബുധൻ വക്രത്തിലാണെങ്കിൽ എന്ന് പോലും. ഓക്കെ, 10-ലെ ശനി വക്രം അനുകൂലമാണ്. നമുക്ക് എന്താണ് അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യണം. ശുക്രൻ അനുകൂല ഫലത്തെ നൽകുന്ന സമയമാണ്. 25-ാം തീയതിക്ക് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ. 25-ാം തീയതിക്ക് ശേഷം എന്താണ് ശുക്രൻ കേതുവിനോട് കൂടെ യോഗം ചെയ്യാൻ പോവുകയാണ്. സോ അതിന് മുമ്പായിട്ട് തന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക കേട്ടോ. അടുത്ത കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ കുടുംബ ജീവിതമൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 7-ലേക്കും കുജൻ്റെ ദൃഷ്ടി 7-ലേക്കും ഉണ്ട്. ഈ ദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ശുഭചിന്തകൾ നൽകുകയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത്. കുജൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് പങ്കാളിയുടെ യോഗങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനൊക്കെ സാധിക്കും, ലഭിക്കുന്ന ഒരു ടൈം തന്നെയാണ്. ഓക്കെ, എന്നിരുന്നാലും ചെറിയ തരത്തിൽ എന്താണ് ഒരു കോപങ്ങളൊക്കെ ലഭിക്കാനും കോപമൊക്കെ വർദ്ധിക്കാനും സാധ്യതയുള്ള ടൈം തന്നെയാണ്. എന്നിരുന്നാലും അത് വലിയ കാര്യമൊക്കെ എടുക്കണ്ട, നമുക്ക് അനുകൂലമായ ഫലമായിട്ട് നമ്മൾ കരുതിയാൽ മതി. ഓക്കെ, നല്ല പങ്കാളിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു ടൈം തന്നെയാണ്. വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഒക്കെ നല്ലൊരു ജീവിത പങ്കാളിയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന സമയം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുക. അടുത്ത വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബുധനും ശുക്രനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. നമ്മുടെ ഹിഡനായ ടാലൻറ്റുകൾ, നോളജുകളൊക്കെ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ പുറത്തു വരാൻ സാധ്യത കൂടുതലാണ്. അതായത് നമ്മളൊന്ന് പുറത്തേക്ക് എത്തിക്കണമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നൊരു സമയം തന്നെയാണ്. നമ്മുടെ ഹിഡനായ ടാലൻറ്റുകൾ, നമ്മുടെ ഹിഡനായ നോളജുകളൊക്കെ കൃത്യസമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ. ബുധൻ വക്രത്തിൽ വരുന്ന പഠനത്തിനൊരു തടസ്സമായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പഠനത്തിനൊക്കെ അനുകൂലമായ സമയം തന്നെയാണ്. സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലാത്തൊരു സമയം തന്നെയാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ്. ആവശ്യമായ കാര്യങ്ങളൊക്കെ വാങ്ങാനും നമുക്ക് അത്യാവശ്യം ഒരു ആഡംബരമായ ജീവിതമൊക്കെ നയിക്കാനും അനുകൂലമായ സാധ്യത തന്നെയാണ് കേട്ടോ. ആരോഗ്യ സംബന്ധമായി നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഭയമൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തിനൊരു പേടിയൊക്കെ, ഉള്ളിലൊരു ഉൾഭയം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്കൊരു പേടി, ഭയം, ഭീതി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. നമുക്ക് ഒന്ന് പേടിച്ച് ജീവിക്കുക, അങ്ങനത്തെ സാഹചര്യം നമുക്ക് പറയാം. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധ്യതയുള്ള സമയം തന്നെയാണ്. നമുക്ക് ഒരു ആത്മീയ യാത്രകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഇടവരാശി ഇടവലഗ്നക്കാരുടെ ഫലം എന്ന് പറയുക. മിഥുനരാശി അഥവാ മിഥുന ലഗ്നം മകേരമര, തിരുവാതിര, പുണർദം, മുക്കാലടങ്ങുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി എന്ന് പറയുക, അല്ല മിഥുന ലഗ്നം എന്ന് പറയാം. അപ്പോൾ ഈ മിഥുനരാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം നോക്കുകയാണെങ്കിൽ വ്യാഴവും കുജനും കൂടി ചേർന്ന് നിൽക്കുന്ന സമയമാണ് 12-ാം ഭാവത്തിൽ. ബുധനും ശുക്രനും 3-ാം ഭാവത്തിലും. ബുധൻ വക്രത്തിൽ വരുന്ന ഒരു മാസമാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് 2, 3 ഭാവങ്ങളിലായിട്ട് നിൽക്കും. 4 ശുക്രൻ കേതുവിനോട് യോഗം ചെയ്യും. ശനി 9-ാം ഭാവത്തിൽ നിൽപ്പുണ്ട്. നല്ല സമയമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, പക്ഷെ എല്ലാവർക്കും നല്ലതൊന്നുമല്ല. ഓക്കെ, മിഥുന രാശിയെ സംബന്ധിച്ചോളം നമുക്ക് അത്ര അനുകൂലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റൂല. അപ്പം ജോബ് റിലേറ്റഡ് ആയിട്ട്, കരിയർ റിലേറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശനി 9-ാം ഭാവത്തിൽ വക്രത്തിലും വ്യാഴം 12-ൽ നിൽക്കുന്ന സമയമാണ്. എന്താണ്, ഒന്നിനും പിറകെ നമ്മൾ പോകണ്ട എന്നൊക്കെ സൂചന നൽകുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്.
അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിച്ച് പുറകെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടാൻ എന്ത് ചെയ്യും, കാലതാമസങ്ങൾ ലഭിക്കുക, അല്ലെങ്കിൽ താമസങ്ങൾ വരിക, തടസ്സങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം എന്ന് പറയുന്ന ഒന്നിൻ്റെയും പുറകെ പോകണ്ട. ഒരു ജോലി നമുക്ക് നഷ്ടമാകും എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഓക്കെ, അത് പൊക്കോട്ടെ, അടുത്ത ജോലി നമ്മൾ അന്വേഷിക്കാം. ഒരു ബിസിനസ് കുറച്ച് നഷ്ടത്തിലാണോ, ഓക്കെ, നമ്മൾ അതിനു വേണ്ടിയുള്ള എക്സ്ട്രാ വർക്ക് ചെയ്യുക. അല്ലാതെ തന്നെ കിട്ടണമെന്ന് ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ വേറൊന്നിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്കൊരു 2 വരുമാന മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓഗസ്റ്റ് മാസത്തെ നമുക്ക് നല്ല സുഖമായിട്ട് മറികടന്ന് പോകാനൊക്കെ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ചിലരുടെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെന്താണ്, കുറച്ച് അലച്ചിലകളൊക്കെ ഉണ്ടാവും. ഇന്നോടത്തേനെ ഓർത്തൊന്നും ദുഃഖിച്ച് വിഷമിച്ച് നിൽക്കണ്ട. നിങ്ങൾ പരിശ്രമിക്കുക, മുന്നോട്ട് തന്നെ ശുഭപ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവുക കേട്ടോ. നമുക്ക് ഈ ഒരു ജോലി വിട്ടാലോ എന്നൊക്കെ ചിന്ത നമ്മുടെ മനസ്സിലൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. ഇൻകം വരുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു തൊഴിൽ തന്നെ മുന്നോട്ട് പൊക്കോട്ടെ, അത് തന്നെയാണ് നല്ലത്. നമുക്ക് സ്വയമേ ചിന്തിച്ച് നമുക്ക് ഈ ജോലി വിട്ടിട്ട് നമുക്ക് ആ ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ ജോലി വിട്ടിട്ട് ഞാൻ ആ ജോലിയിലോട്ട് കയറാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു മാസം അങ്ങനെ തന്നെ പൊക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ചിന്തിക്കാനൊന്നും നിൽക്കണ്ട. ഇപ്പം നിൽക്കുന്ന ജോലി സ്ഥാപനത്തിന് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു വരുമാനം കിട്ടുന്നത്, നിങ്ങൾക്ക് വരുമാനം മുടങ്ങാതെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. വരുമാനം വരും, അതുപോലെ തന്നെ എന്ത് വരും, ചിലവും വരുന്ന സമയം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയാം. സോ ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ നോക്കുക. ഇനി ചിലവിൻ്റെ കാര്യത്തിലും വരുമാനത്തിൽ കുറച്ചുകൂടി കൺട്രോൾ കിട്ടണമെങ്കിൽ നിങ്ങളുടെ പങ്കാളി, ഇപ്പം കല്യാണമൊക്കെ കഴിച്ചവരെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ സമയം നല്ലതാണെങ്കിൽ ഓക്കെ, അപ്പം പങ്കാളിയുടെ കയ്യിൽ നിങ്ങൾ ആ പണമൊക്കെ ഏൽപ്പിക്കുക. ഇനി അതല്ല കല്യാണമൊന്നും കഴിച്ചില്ല, ഇനി അത് പങ്കാളിയുടെ സമയം മോശമാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ ആർക്കാണോ നല്ല സമയമുള്ളത് അവരിലേക്ക് കിട്ടുന്ന പണം അതുപോലെ കൊടുത്തിട്ട് നിങ്ങൾ അവരുടെ കയ്യിൽ ആവശ്യത്തിന് പണം മേടിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങളുടെ മാത്രമല്ല അവരുടെയും കൂടെ ഒരു പവർ അല്ലെങ്കിൽ അവരുടെ ഒരു എനർജിയും കൂടി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വരവും ചെലവും കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളെല്ലാം ആഴ്ച തന്നെ വീണ്ടും ഒന്ന് എടുത്ത് നോക്കുക. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താണ്, ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഫിനാൻസ് മാനേജ്മെൻറ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ മനസ്സിലാക്കാനും കൂടി സഹായിക്കും കേട്ടോ. അടുത്ത കുടുംബത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ഫാമിലിയുടെ റിലേറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 12 കുജൻ നിൽക്കുന്ന സമയം, 12 വ്യാഴം നിൽക്കുന്ന സമയമാണ്. കുടുംബത്തിൽ പെട്ടെന്ന് കോപങ്ങളോ വഴക്കുകളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. പല ചിന്തകളും മനസ്സിൽ വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം എന്ന് പറയുന്നത് എന്താണ്, മറ്റുള്ള ആരെക്കുറിച്ചുള്ള കാര്യങ്ങളിലൊന്നും ഇപ്പം അധികം ഒന്നും ചിന്തിക്കണം. അവരിങ്ങനെ ചിന്തിച്ചല്ലോ, അവരിങ്ങനെ പറഞ്ഞല്ലോ, അല്ല അവരിങ്ങനെ പറയുമല്ലോ, അല്ല അവരെന്ത് വിചാരിക്കുമല്ലോ, അങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഒത്തിരി ചിന്തയൊന്നും വെക്കണ്ട. നിങ്ങൾ നിങ്ങളെ ഫോക്കസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ ഒരു ഓഗസ്റ്റ് മാസം ഉത്തമം എന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ ഈ മാസം നമുക്ക് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടന്നു വരാനൊക്കെ സാധ്യതയുള്ള സമയം തന്നെയാണ്. സോ ഫാമർ റിലേറ്റഡ് ആയാലും നമ്മൾ എന്തൊരു കാര്യം ചിന്തിച്ചാലും അതെന്താണ്, പെട്ടെന്ന് തന്നെ നമുക്ക് സംബോധിക്കാനും അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ സാഹചര്യത്തിലേക്ക് ഒരുങ്ങി വരാനൊക്കെ സാധ്യതയുള്ളൊരു മാസം തന്നെയാണ് കേട്ടോ ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. അടുത്ത കുട്ടികളുടെ കാര്യം, സ്റ്റുഡൻസിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ 12 വ്യാഴം നിൽക്കുന്ന സമയമാണ്. ബുധനും ശുക്രനും ചേർന്ന് നിൽക്കുന്ന സമയമാണ്. ബുധനും അക്കാലത്തിൽ ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതൊക്കെ അനുകൂലമായ സമയമാണ്. ഈ ഷോർട്ട് ടൈം കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 6 മാസ കോഴ്സ്, 1 വർഷ കോഴ്സ്, അതുപോലെ തന്നെ ഒരു 3 മാസ കോഴ്സ്, 2 മാസ കോഴ്സ്, 1 മാസ കോഴ്സ്, 21 ദിവസത്തെ പ്രോഗ്രാമോ 1 ഡേ പ്രോഗ്രാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് ടൈം ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനെന്താണ് അനുകൂലമായ ഒരു ടൈം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ, ഒരു ക്യാമ്പസിൽ പോയാൽ, യൂണിവേഴ്സിറ്റി പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനും അനുകൂലമായ സമയം തന്നെയാണ്. മനസ്സിലെ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്നവർക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ തന്നെ പോകാൻ പറ്റും. പക്ഷേ എന്താണ്, കഠിന അധ്വാനം ആവശ്യമായിരുന്നൊരു സമയം തന്നെയായിരിക്കും. നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നു അത്രമാത്രം റിസൾട്ട് കിട്ടും, അത്രയാണ്. നമ്മൾ എന്തായാലും കഠിനാധ്വാനം ചെയ്തേ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുകയുള്ളൂ കേട്ടോ. സോ അത് മനസ്സിലാക്കി നിങ്ങൾ അനുസരിച്ച് പരിശ്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഒരു നല്ല റിസൾട്ടിലേക്ക്, ഒരു നല്ല ഫലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും കേട്ടോ. അടുത്ത ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ കേതു 4 ഭാവത്തിൽ, ശുക്രൻ കേതുവായിട്ട് യോഗം ചേർന്ന് നിൽക്കുന്ന സമയത്ത് എന്താണ്, ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 25-ാം തീയതി 26 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മാസത്തിന് അവസാനം ആഴ്ചയായി അല്ലേ, ആ ഒരു ടൈമിലാണെങ്കിൽ ആരോഗ്യം കൂടുതലൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് ഡൈജഷൻ റിലേറ്റഡ് ആയ പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നേക്കാം. എന്നിരുന്നാലും പേടിക്കൊന്നും വേണ്ട, അധികം വലിയ അസുഖത്തിലൊന്നും പോകാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അതൊന്ന് ചെറുതായിട്ട് ഒന്ന് പരിഹരിച്ച് മാറ്റും, വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ എത്തിക്കാൻ സാധിക്കും കേട്ടോ. അടുത്ത കുടുംബത്തിലെ സ്ത്രീകളുടെ ലേഡീസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കുടുംബത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. കുജൻ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. പല ആളുകളും പലതും പറയാൻ സാധ്യതയുള്ള സമയമാണ്. പല കുഴപ്പങ്ങളും തോന്നാൻ സാധ്യതയുള്ള സമയമാണ്.
നമുക്ക് മെഡിറ്റേഷൻ അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുമെങ്കിൽ ഉത്തമമായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിനൊന്ന് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിനൊന്ന് സന്തോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ മനസ്സിലൊരു സമാധാനമൊക്കെ കണ്ടുപിടിക്കാൻ ഈ മെഡിറ്റേഷനിലെ പ്രാർത്ഥനയൊക്കെ സഹായിക്കുന്നതായിരിക്കും. മനഃശാസ്ത്ര ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫാമിലി ലൈഫ് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. ചില കാര്യങ്ങൾ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് തന്നെ വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സന്തോഷമായിട്ട് ഈ ഓഗസ്റ്റ് മാസം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയ്യോ ടെൻഷൻ ഒന്നിൻ്റെ പുറകെ അടുത്തടുത്ത ടെൻഷനായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതെന്തൊരു കാര്യത്തില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒത്തിരി തല പോയിക്കേണ്ട. അവരെന്ത് വിചാരിക്കില്ല, അവർക്ക് എന്താണ് പറ്റിയത്, അല്ല അവരെങ്ങനെയാണ് ഈ ചെയ്യുന്നത് എന്നുള്ള ചിന്തയിലോട്ടൊന്നും നിങ്ങൾ പോകേണ്ട ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. അതാണ് കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് ഈ ഒരു ഓഗസ്റ്റ് മാസം. അടുത്ത് ഇപ്പം അത്യാവശ്യ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കർക്കിടക രാശി അഥവാ കർക്കിടക ലഗ്നം. പുണർദം കാല പൂയം ആയില്യം അടങ്ങുന്ന 2 നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുക. അപ്പോൾ ഈ കർക്കിടക രാശിക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് മാസം എന്തൊക്കെ ഫലങ്ങളാണെന്ന് നോക്കാം അല്ലേ. 11ാം ഭാവത്തിൽ നമുക്ക് വ്യാഴവും കുജനും കൂടി യോഗം ചെയ്തപ്പോണ്ട് ഗുരുമംഗള യോഗം എന്നൊക്കെ പറയാം. 9ാം ഭാവത്തിനും വ്യാഴവും 10ാം ഭാവത്തിനും കുജനും കൂടി യോഗം ചെയ്യുന്ന ധർമ്മകർമാദി യോഗം പറയാവുന്ന സമയമാണ്. ശനി 8ാം ഭാവത്തിൽ വക്രത്തിലാണ്. വിവരത്തെ രാജയോഗം പറയാവുന്ന സമയമാണ്. 2ൽ നമുക്ക് ബുധനും ശുക്രനും കൂടി യോഗം ചെയ്ത് നിൽക്കാനായിട്ട് പറയാൻ പറ്റും. ആദ്യത്തെ 1ാം ഭാവത്തിൽ എന്താണ് വരുന്നതായിട്ട് പറയാൻ പറ്റും അല്ലെ, കർക്കിടക രാശി എന്ന് പറയും, അല്ലെ കർക്കിടക ലഗ്നം എന്ന് പറയുമ്പോൾ. അപ്പം ഇവിടെ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് ജോബ് റിലേറ്റഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കാൻ നല്ലൊരു സമയം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ. ജീവിതത്തിൽ ഉയർച്ചയൊക്കെ ഉണ്ടാവാൻ അനുകൂലമായ സമയം തന്നെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. വളരെ കാലമായിട്ട് ബുദ്ധിമുട്ടി നടക്കുന്നവർക്ക് തൊഴിലൊക്കെ ലഭിക്കാതെ വളരെ കഷ്ടപ്പെട്ട് പല സ്ഥലത്തും അന്വേഷിച്ചു, എന്നിട്ട് തൊഴിലൊന്നും ലഭിച്ചില്ല, പല ഇൻ്റർവ്യൂസും പാസ്സായി എന്നിട്ടും അപ്പോയിൻമെൻറ്റ് ലെറ്റർ ലഭിച്ചില്ല എന്നൊക്കെ ദുഃഖിച്ച് നിൽക്കുന്നവർക്ക് ഒരു സമാധാനത്തിൻ്റെ വെളിച്ചം പോലെ ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തൊഴിലൊക്കെ ലഭിക്കാൻ നേട്ടമുള്ള സമയത്താണ്. തൊഴിൽ നേട്ടം, തൊഴിൽ യോഗമൊക്കെ പറയാവുന്ന സമയമാണ്. ധനാധിപതി ആയ 1ാം ഭാവത്തിലാണ് നിൽക്കുക. ഗുരു 11ാം ഭാവത്തിൽ നമുക്ക് റെക്കമെൻഡേഷനൊക്കെ ലഭിക്കേണ്ട സാധനമെങ്കിൽ അതിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ റെക്കമെൻഡേഷനൊക്കെ ലഭിക്കാൻ യോഗമുണ്ട്. കുജൻ 11ാം ഭാവത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ സഹായിക്കും. നമുക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്തായാലും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് വേണ്ട കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാനൊക്കെ സാധിക്കാം. ബുധൻ 2ാം ഭാവത്തിൽ നിൽക്കുന്ന നമ്മുടെ അറിവൊക്കെ അവർക്ക് മനസ്സിലാക്കാനും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മുടെ അറിവ് എത്രമാത്രം ഉണ്ട് എന്ന രീതിയിൽ അവർക്ക് മനസ്സിലാക്കിയെടുക്കാനൊക്കെ സാധിക്കുന്ന സമയം തന്നെയാണ്. പൊതുവെ നോക്കിയാൽ ഭാഗ്യാനുഭവങ്ങളൊക്കെ പറയാവുന്നൊരു സമയം തന്നെയാണ് ഈ ആഗസ്റ്റ് മാസം കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം. കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആക്കിയാൽ നോക്കുകയാണെങ്കിലും ഇവർക്ക് 8ൽ ശനി നിൽക്കുന്ന ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തന്നെ നമുക്ക് പറയേണ്ട സമയമാണ്. ഏജ് ആയെങ്കിൽ വിവാഹമൊക്കെ കഴിക്കാൻ നോക്കാം. എന്നുവെച്ചാൽ പ്രായമൊക്കെ ആയി, നമുക്ക് നല്ലൊരു ഏജായി, കെട്ടുപ്രായമൊക്കെ കഴിഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കല്യാണത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും നടക്കും. അതല്ല പ്രായമൊന്നും ആയില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഏജ് ആവുന്നുള്ളൂ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടി നല്ല സമയം വരുമ്പോൾ വിവാഹം കഴിക്കാനായിരിക്കും ഉത്തമം എന്ന് പറയുക. എന്നാലും എന്താണ്, വിവാഹം കഴിക്കണം എന്ന് നിർബന്ധമൊക്കെ ഉള്ളവർക്കും വിവാഹ ഏജൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാൻ അല്ലെങ്കിൽ ചെറുക്കൻ കിട്ടാൻ പാടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശ്രമിക്കാവുന്നതാണ്, കഴിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ നല്ല പങ്കാളിയെ തേടിയൊക്കെ എന്ത് ചെയ്യും, നമുക്ക് അന്വേഷിച്ചാൽ ലഭിക്കുന്ന തന്നെ ചെയ്യുന്നൊരു സമയമാണ്. കുടുംബത്തിൽ ചില സങ്കടങ്ങൾ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാനും സമയമുള്ള സാധ്യത തന്നെയുള്ള സമയമാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് കർക്കിടക രാശിയെ സംബന്ധിച്ചോളം. എല്ലാ കാര്യത്തിനും എന്താണ്, ഗുരു ഒന്ന് ശരിയാക്കി തരും. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ജീവിതത്തിൽ അതൊക്കെ ഒരു വ്യാഴത്തിൻ്റെ പ്രസാദം കാരണം എന്താണ് ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ മാസം നല്ല മാസം തന്നെയാണ്. നമ്മുടെ പരിശ്രമത്തിനനുസരിച്ചുള്ള ഫലം നമുക്ക് എന്ത് ചെയ്യും, ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ എന്താണോ പരിശ്രമിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും കേട്ടോ. അതേപോലെ അനുകൂലമായ ഒരു മാസം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാസം എന്ന് പറയുന്ന പരീക്ഷകളിലൊക്കെ ആയെങ്കിലും കേട്ടോ. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ശരി മാത്രമാണ് ചില പ്രശ്നങ്ങളൊക്കെ തരുന്ന സമയം. വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധ ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുക തന്നെ വേണ്ട, നമ്മൾ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോഴായാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വേണ്ട വാഹനങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതും എന്താണ് അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പം മരക്കാരാണ് അറിയാലോ, അപ്പം നമ്മൾ
നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, തെന്നി വരാതെ, ഒരു വീഴ്ചകൾ വരാതെ, അതുപോലെ സ്റ്റെപ്പ് കയറുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ജാഗ്രതയോടെ തന്നെ നീങ്ങണം കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഓക്കെ ആയിട്ട് നമുക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനും, ജാഗ്രത ഉണ്ടെങ്കിൽ എന്താണ് വലിയ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് മാറ്റും. ശുക്രൻ കേതുമായി ചേരുമ്പോൾ നമുക്ക് എന്താണ് ENT റിലേറ്റഡ് ആയിട്ട്, തൊണ്ട റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പെയിൻസ്, തൊണ്ട റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. സോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. ഇനി കുടുംബത്തിലെ സ്ത്രീകൾ അല്ലെങ്കിൽ കർക്കിടക രാശി ജനിച്ച സ്ത്രീകൾ, അവരുടെ കാര്യം പറയുകയാണെങ്കിൽ, ലഗ്നത്തിലൊക്കെ ജനിച്ചവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ ഈ പറഞ്ഞ രോഗ സംബന്ധമായിട്ട്, ആരോഗ്യപരമായിട്ടും ഈ പറഞ്ഞ ദുഃഖങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് എന്താണ് അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ ഒന്ന് മറികടന്ന് കെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കുറേ തടസ്സങ്ങളൊക്കെ മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഈ മാസം എന്താണ് കുറേ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്താണ് അനുകൂലമായ കാര്യങ്ങളൊക്കെ സംഭവിക്കും കേട്ടോ. നമുക്ക് ഭർത്താവിൻ്റെ അടുത്ത് നിന്നായാലും കുറച്ചൊക്കെ സ്നേഹങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. ഒന്ന് രണ്ടുപേരും നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ആയി പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ലൈഫ് സ്മൂത്തായിട്ട് പോകാൻ സാധിക്കും കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ മാസത്തെ കടത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ മാസത്തെ അയ്യോ മൊത്തം മോശമാണല്ലോ, നഷ്ടമാണല്ലോ എന്നൊന്നും വിചാരിക്കാതെ നല്ലൊരു പോസിറ്റീവ് തിങ്കോടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഫലത്തെ തന്നെ ലഭിക്കും കേട്ടോ. ചിങ്ങരാശി അഥവാ ചിങ്ങലഗ്നം. മകം, പൂരം, ഉത്തരം കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുക. അപ്പൊ ചിങ്ങരാശിക്കാർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ എന്തൊക്കെ ഫലങ്ങൾ എന്ന് നമുക്ക് നോക്കാം അല്ലേ. ചിങ്ങത്തിൽ തന്നെയാണ് നമുക്ക് ബുധനും ശുക്രനൊക്കെ നിൽക്കുക, സ്ഥിതി ചെയ്യുക എന്ന് വെച്ചാൽ ഭാവത്തിൽ, 1ാം ഭാവത്തിൽ തന്നെയാണ്. ആദ്യം 12ൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറുകയും ചെയ്യും കേട്ടോ. ഈ ആദിത്യ ഭഗവാൻ എന്ത് ചെയ്യണേ, 12ാം ഭാവത്തിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക്, രാശി മനസ്സിലാക്കുക കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങരാശിയിലേക്ക് ആദ്യത്തെ രാശി മാറുന്നത് 16ാം തീയതിയാണ്. ഗുരുവും കുജനും കൂടിയുള്ള യോഗം 10ലുണ്ട്. നമുക്ക് അനുകൂലമായ ഒരു ഫലങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ശനി 7ാം ഭാവത്തിൽ നിൽക്കുന്ന സമയമാണ്. എല്ലാ അറിവുകൾ ചെയ്യുന്ന ഒരു സമയമായിട്ട് നമുക്ക് ഈ മാസത്തെ കാണാൻ പറ്റും. എല്ലാത്തിനും നോക്കിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. ചിങ്ങം രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു മാസം എന്ന് പറയാം ജോബ് റിലേറ്റഡ് ആയിട്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ട്, പ്രൊഫഷൻ റിലേറ്റഡ് ആക്കി നോക്കുകയാണെങ്കിൽ മാറ്റത്തെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. നമുക്ക് ജോലി ഒന്ന് മാറിയാലോ എന്ന് ചിന്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ബിസിനസ് ഒന്ന് മാറ്റി ചിന്തിച്ചാലോ, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറ്റി ഒന്ന് ഇട്ടാലോ നിങ്ങൾക്ക് നോക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. നമുക്ക് വേറൊരു രീതി ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്നൊരു സമയം തന്നെയാണ്. അത് ചിലപ്പോൾ അനുകൂലം പ്രതികൂലം എന്നിരുന്നാലും കൂടുതലും അനുകൂലമായ ഒരു മാറ്റത്തിലേക്ക് വരാനാണ് ചാൻസ് കൂടുതലെന്ന് പറയുക. അതേപോലെ നമുക്ക് ജോബ് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. നമുക്ക് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു ഉയർച്ച, ഒരു പ്രൊമോഷൻ ലഭിക്കാനും യോഗമുള്ള സമയം തന്നെയാണ്. വളരെ കാലമായിട്ട് തൊഴിലൊന്നും ഇല്ലാതെ നിൽക്കുന്ന, ദുഃഖിക്കുന്ന അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സമാധാനത്തിൻ്റെ വെളിച്ചം പോലെ നമുക്കൊരു എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു തൊഴിൽ നേട്ടം പറയാവുന്നൊരു സമയം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുക. പൊതുവേ നമുക്ക് അനുകൂലമായ കാര്യങ്ങളായിട്ട് നമുക്ക് നടത്തി വരുന്നതായിട്ടൊക്കെ നോക്കാൻ പറ്റും. പൊതുവെ തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട് നോക്കിയാൽ നമുക്ക് അനുകൂലമായൊരു സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരും. ബിസിനസ്സിനൊക്കെ ആയാലും അനുകൂലമായ സമയം തന്നെ, നല്ല സമയം തന്നെയാണ് കേട്ടോ. അതുപോലെ ഫാമിലി റിലേറ്റഡ് ആയിട്ട്, കുടുംബ സംബന്ധമായിട്ട് നോക്കിയാൽ 2ൽ കേതു 7ൽ ശനി നിൽക്കുന്ന സമയമാണ്. ജീവിത പങ്കാളിയോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തലപൊങ്ങി വരാനൊക്കെ സാധ്യതയുള്ള സമയം തന്നെയാണ്. എന്നിരുന്നാലും അതൊക്കെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും കേട്ടോ. നമുക്കെന്താ പലപ്പോഴും ചിങ്ങരാശിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തന്നെയാണ് ആ ഒരു കുടുംബത്തെ മുമ്പോട്ട് നോക്കി നടത്തുകയൊക്കെ ചെയ്യണേ, അല്ലെങ്കിൽ അതിൻ്റെ ഭാരമൊക്കെ ചുമക്കേണ്ടതായിട്ട് വരാം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത സമയത്ത് നമുക്ക് പറയാം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, സമയത്തെയും കൂടെ ഒന്ന് നോക്കി നമ്മുടെ ജാതക പരിശോധനയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മാസം കുറച്ചുകൂടി നല്ല പോസിറ്റീവ് എനർജിയിലാണ് നിൽക്കാൻ, നെഗറ്റീവ് എനർജിയിലാണ് നിൽക്കുന്നത് നമുക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒരു വർഷം നമ്മൾ എന്താ മറികടക്കാൻ നോക്കണം. അല്ലാതെ അയ്യോ ഇത്ര വലിയ പ്രശ്നത്തിൻ്റെ മുമ്പ് നിൽക്കാം, ഇത്ര വലിയ പ്രതിസന്ധിൻ്റെ മുമ്പ് നിൽക്കാം, ഞാൻ ഇനി എങ്ങനെ അത് മറികടക്കുമെന്ന് ഓർത്ത് ചിന്തിച്ച് വിഷമിച്ച് നിൽക്കാതെ അതിനെന്ത് ചെയ്യുക, മറികടക്കാൻ ശ്രദ്ധിക്കുക. മറികടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം അല്ലെങ്കിൽ സമാധാനം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിൽ നിന്നൊക്കെ കടന്നു വരാൻ സാധിക്കുന്നൊരു സമയം തന്നെയാണ്. വിവാഹത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വെച്ച് നോക്കി അത്രയും പോരാത്ത സമയം തന്നെ. പക്ഷെ നമ്മുടെ പങ്കാളി, നമ്മൾ ഇപ്പോൾ കെട്ടാൻ പോകുന്ന പങ്കാളി ആയാലും നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ടൈം നല്ലതാണെങ്കിൽ നമുക്ക് വിവാഹത്തിന് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ സമയം മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര അനുകൂലമായൊരു സമയമല്ല വിവാഹത്തിന് പറയാം. കുറച്ച് താമസം വെച്ചിട്ട് വിവാഹം നടത്തിയാൽ ഓക്കെയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഏജൊക്കെ ആയി എന്നൊക്കെ ആയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പങ്കാളിയുടെ ടൈം കൂടെ നോക്കിയിട്ട് വിവാഹത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകാമെന്നാണ് കേട്ടോ. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പേടിക്കൊന്നും വേണ്ട. കുടുംബ സമുദായത്തിലും വലിയ കുഴപ്പങ്ങളില്ലാതെ നടക്കും. എന്നിരുന്നാലും ചെറിയ എന്താണ് ഏറ്റുരച്ചിൽ പോലെ
ചെറിയ വഴക്കുകൾ, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില സ്വർജ്ജവില്ലായ്മ, അതൊക്കെ ചെറുതായിട്ട് പ്രശ്നങ്ങളാക്കി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്താണ് മറ്റാരും അറിയാത്ത ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാനും സാധ്യതയുള്ള സമയം തന്നെയാണ് കേട്ടോ. വിദ്യാർത്ഥികളുടെയും അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കാണ് ആദ്യം പൊതുവെ ഒരു നല്ല സമയത്ത് തന്നെയാണ് നിൽക്കുക. ഒരു വലിയ കുഴപ്പങ്ങളില്ലാതെ തന്നെ നിൽക്കുക. ബുധനെ സമയത്ത് നോക്കിയാൽ അനുകൂലമായ സമയമാണ്. നമുക്ക് അടുത്തടുത്ത ഭാവങ്ങളിൽ സൂര്യനും ബുധനൊക്കെ വരുന്നത് നല്ല ഫലത്തെയാണ് പ്രദാനം ചെയ്യുക. സൂര്യൻ ഒക്കെ വരുന്നതും നമുക്ക് എന്താണ്, സൂര്യൻ നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ചെയ്യാതെ അനുകൂലമായി നിൽക്കുന്ന സമയം തന്നെയാണ്. ശുക്ര ബുധൻ യോഗം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, വലിയ കുഴപ്പങ്ങളില്ലാതെ നമുക്ക് നിൽക്കാൻ സമയം, അനുകൂലമായ സമയമാണ്. കായികപരമായിട്ടും വിനോദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് അത് അനുകൂലമായൊരു സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുക കേട്ടോ. പൊതുവെ അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ്. ഇനി സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ചിങ്ങരാശി ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും ആ കുടുംബത്തെ എന്താ തന്നെ നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത്. ആ കുടുംബത്തിൽ നിന്ന് നെടുതൂണായിട്ട് നിന്ന് നമുക്ക് നടത്തിക്കൊണ്ട് പോകാനുള്ള പ്രാപ്തിയൊക്കെ ഉള്ളവരാണ് ചിങ്ങരാശി ജനിച്ചവരെന്ന് പറയുക. ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ ഇവരെന്താണ് ആ കുടുംബത്തിലെ മൂത്ത ആളായിട്ടൊക്കെ ആയിരിക്കും ജന്മം എടുത്ത്, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തെ നോക്കി നടത്തുക, അല്ലെങ്കിൽ മുതിർന്ന ഒരാൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്ത് ആ ഒരു പക്വതയോടെ ജീവിക്കുന്നവരാണ് ചിങ്ങരാശിയിൽ ജനിച്ച സ്ത്രീകൾ എന്ന് പറയാം. പൊതുവെ എന്താണ് ഒരു അനുകൂലമായ ഫലത്തെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മാസമാണ് ഓഗസ്റ്റ് മാസം. എന്നാലും ചില പ്രശ്നങ്ങളൊക്കെ എന്താണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാം സന്തോഷമായിരിക്കും എന്നൊരു പൂർണ്ണ വിശ്വാസത്തോടെ ഒന്നും മുന്നോട്ട് പോകേണ്ട. ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. എന്നിരുന്നാലും ഒരു കുടുംബമാണ്. ഒരു കുടുംബത്തിൽ ചെറിയ എന്താണ് ഒരു ചട്ടിയും കളയൊക്കെ ആകുമ്പോൾ തട്ടിമുട്ടീനൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില ഭിന്നതകൾ, ചില ചർച്ചയില്ലായ്മയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ. അതൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയി നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് രാഹു അതിൽ 2-8 നിൽക്കുന്ന സമയമാണ്. ശനിയെ സംബന്ധിച്ച് 7 നിൽക്കുന്ന സമയമാണ്. ആഹാര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. ജലസംബന്ധമായിട്ടും ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. അത് കുടിവെള്ളം ആയാലും നമ്മൾ മറ്റേത് വെള്ളമായാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപകടമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം ഉത്തമം എന്ന് പറയുക. അതുപോലെ വയറ് സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ വരാനും കാല് സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ, വേദനകളൊക്കെ വരാനും സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം സ്മൂത്തായിട്ട് ഈ ഒരു മാസത്തെ നോക്കി കാണാൻ സാധിക്കും കേട്ടോ. അത്രയൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാസം തന്നെയായിരിക്കും ഓഗസ്റ്റ് മാസം എന്ന് പറയുക. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ചെറിയ പ്രശ്നങ്ങൾ, പിന്നെ ചെറിയ പ്രശ്നമില്ലാതെ എന്ത് ജീവിതമാണെന്നല്ലേ. അപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവും. എന്നിരുന്നാലും ഇതൊക്കെ മറികടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും കേട്ടോ. കന്നിരാശി അഥവാ കന്നിലഗ്നം. അപ്പം കന്നിരാശിക്കാര് ഉത്രമുക്കാർ, അത്തം, ചിത്തിരാരടങ്ങുന്ന 2 നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയുക. അപ്പം കന്നിരാശി സംബന്ധിച്ചാൽ ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുക പൊതുവെ ഒരു അനുകൂലമായ മാസമായിട്ട് നമുക്ക് കരുതാവുന്ന മാസം തന്നെയാണ്. വ്യാഴം 9, ശനി 6 നിൽക്കുന്ന സമയം, ബുധ ശുക്രൻ 12 നിൽക്കുന്നത് എല്ലാവർക്കും എന്താണ് ഒരു അനുകൂലമായ സമയമായിട്ട് നമുക്ക് പറയാം. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. തൊഴിൽ സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നല്ല തൊഴിലൊക്കെ ലഭിക്കാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ്. തൊഴിൽ നേട്ടമൊക്കെ പറയാവുന്ന ഒരു ടൈം തന്നെയാണ്. വ്യാഴത്തിനൊപ്പം കുജൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ സ്കില്ല്, ടാലൻ്റൊക്കെ നമുക്ക് പുറത്തെടുക്കാനും നമുക്കത് ഉപയോഗിച്ച് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്നൊരു മാസം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുക. അതേപോലെ തന്നെ ബുധനും ശുക്രനും 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. വിദേശ ജോലി പറയാവുന്ന, അല്ലെങ്കിൽ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സമയമായിട്ട് നമുക്ക് പറയാവുന്ന സമയമാണ് ഈ ഒരു മാസം എന്ന് പറയാം. കേതു 1 നിൽക്കുക. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാനും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് നമ്മുടെ മൂഡ് സ്വിങ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി കേതുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, പയ്യെ കുറച്ച് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ നമുക്ക് മറികടന്ന് നമുക്ക് അനുകൂലമായ ഫലത്തിലേക്ക്, നമ്മുടെ മുമ്പിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിനെയൊക്കെ നമുക്ക് ജീവിത വിജയത്തിലേക്കുള്ള ഓരോ നിർദ്ദേശങ്ങളായി, ഓരോ പാതകളായി, ഓരോ വരികളായി വെട്ടിമാറ്റി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസത്തിൽ. നിങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധികളും തടസ്സങ്ങളും വരില്ല എന്നല്ല പറയുക. നിങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധികളും തടസ്സങ്ങളും വരും. പക്ഷേ ഇതിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അനുകൂല ഫലത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക്
ഒരു ശുഭഫലത്തിലേക്ക് ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, അത് നമ്മുടെ രീതി, നമ്മൾ ഒരു പ്രശ്നത്തിനെ എങ്ങനെ നോക്കി കാണുന്നു എന്ന രീതിയിലാണ് അത് നിങ്ങളുടെ ജീവിതത്തെ മറികടക്കാൻ പോലെ. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് മാസം നിങ്ങൾ മറികടക്കുന്ന അനുകൂലമായി നല്ലൊരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ശുഭചിന്തയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനുകൂലമാക്കി മാറ്റാൻ പറ്റും. പക്ഷെ ഇത് അനുകൂലമാക്കി മാറ്റാൻ പറ്റും ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് വരുന്ന പ്രതിസന്ധികളെ പേടിച്ചും അതിനെ അഭിമുഖിക്കാതെയും അതിനെ ഒഴിഞ്ഞു മാറിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ആ പ്രശ്നങ്ങൾ വരെ നിങ്ങളത് അനുഭവിക്കും. ഓക്കെ, എന്നിട്ട് എപ്പോഴും പറയും ദുരിതമാണ്, കഷ്ടമാണ്, എനിക്ക് മാത്രം നല്ല ഫലങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് തന്നെ അവിടെ വരേണ്ടി വരും. അപ്പം എന്ത് ചെയ്യണം, അതിനെയൊക്കെ മറികടക്കാൻ ശ്രമിക്കണം. അതെന്താണ്, നമ്മുടെ ഒരു ആത്മവിശ്വാസമാണ് അല്ലേ. നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ ഒരു ലോജിക്ക് വരെയായിട്ടുള്ള ലിസണിങ് ഒക്കെ നമുക്കത് ബാധകമാണ്. നമ്മൾ ആ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതം എന്ന് പറയുന്ന ഒത്തിരി വലിയ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന സംഭവം തന്നെയാണ് അല്ലേ ജീവിതം എന്ന് പറയുക. അപ്പോൾ ആ ജീവിതത്തിൽ കൃത്യമായി നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ കൃത്യമായി ഉപയോഗിച്ച് നമുക്ക് കൃത്യമായ പാഠം മനസ്സിലാക്കാൻ സാധിക്കണം. ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് സംബന്ധിച്ചോളം നമുക്കൊരു പാഠം പഠിച്ച് മനസ്സിലാക്കി പരീക്ഷ എഴുതിയാൽ സ്മൂത്തായിരിക്കും. അതല്ലാതെ ടീച്ചറോ സാറോ പറയുന്ന മാത്രം കേട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ കൺസെപ്റ്റ് ഒന്നും ധാരണയില്ല, അത്യാവശ്യം കുറേ കാണാപാഠം പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ആ സ്റ്റുഡൻസിന് ഔട്ട് ഓഫ് സിലബസിന് ചോദ്യം വന്നാലും അത്യാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനെങ്കിലും പറ്റും. അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക. അപ്പോൾ ആ പ്രതിസന്ധികൾ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൽ വളരെ പ്രധാനമായി പങ്കുവഹിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുക. പ്രൊഫഷണൽ ലൈഫിൽ നമുക്ക് മനസ്സന്തോഷങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയം തന്നെയാണ്. പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങളോട് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് കേട്ടോ, കന്യരാശിയെ സംബന്ധിച്ചോളം. അടുത്ത കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആയി നോക്കിയാൽ വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഗുരുദശ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊക്കെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നല്ല പങ്കാളിയൊക്കെ ലഭിക്കാൻ യോഗമുള്ളൊരു സമയമാണ്. പൊതുവേ ജീവിത പങ്കാളിയെ നമ്മൾ അന്വേഷിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ലൊരു പങ്കാളി തന്നെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. സന്തോഷമൊക്കെ പറയാവുന്നൊരു സമയം തന്നെയാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറാൻ തുടങ്ങുന്നൊരു സമയം കൂടിയായിരിക്കും ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. ഒന്നിന് പിറകെ ഒന്നായി ഓരോ പ്രശ്നങ്ങളും കുറഞ്ഞു വരുന്നതിന് സാധ്യതയുള്ള സമയമാണ്. കുടുംബത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഒന്ന് മാറി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ നോക്കിയാലും നമുക്ക് നല്ലൊരു ഫലത്തെ തന്നെ പ്രദാനം ചെയ്യുന്ന ഒരു മാസമായിരിക്കും. കുടുംബ സംബന്ധമായിട്ട് നോക്കിയാലും സാമ്പത്തിക വളർച്ചയൊക്കെ സാമ്പത്തിക നേട്ടമൊക്കെ പറയാവുന്ന സമയം തന്നെയാണ് കേട്ടോ. വിദ്യാർത്ഥികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യത്തെ പ്ലാൻ ചെയ്ത് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി നല്ല റിസൾട്ടുകൾ ലഭിക്കും. നമ്മുടെ ഫ്യൂച്ചർ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷനൊക്കെ വേണ്ടിയാലും നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ വരെ ഫോളോ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം കൈക്കൊള്ളാൻ സാധിക്കും കേട്ടോ. അടുത്ത സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2 വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല സമയമാണ്. ഗുരുദൃഷ്ടി നമുക്ക് അനുകൂലമായ കാര്യങ്ങളൊക്കെ നടത്തി തരുന്ന സമയമാണ്. പ്രശ്നങ്ങൾ കുറയാനും കടങ്ങളൊക്കെ കുറയാനൊക്കെ സാധിക്കുന്ന സമയമാണ്. ചിലവൊക്കെ നമുക്ക് അനുകൂലമായ ചിലവുകൾ അനുകൂലമായ കാര്യങ്ങളിലേക്കുള്ള ചിലവായി മാറാൻ സാധ്യതയുണ്ട്. നമുക്ക് അനുകൂലമായ യാത്രകളൊക്കെ നടത്താനും യോഗമുള്ള സമയമാണ് കേട്ടോ. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ശുക്രന് ഈ ഒരു മാസം അവസാനത്തോടെ കേതുവുമായിട്ട് യോഗം ചെയ്യുമ്പോൾ ചിലവർക്കെങ്കിലും തല റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. ജലദോഷം, ചെറിയ പനിയൊക്കെ വരാനും സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ. വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. തുലാം രാശി അഥവാ തുലാള്. ചിത്തിരാര ചോതി വിശാഖം മുക്കാലകുന്ന 2ാം നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുക. രാശിയായ ശുക്രൻ 11ാം ഭാവത്തിൽ ബുധനോട് കൂടിയും 10ൽ സൂര്യനും ഒക്കെ നിൽക്കുന്ന നല്ലൊരു പൊസിഷൻ തന്നെയാണ്. രാഹുകേതുക്കളാണ് ആ ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. തൊഴിൽ സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ സമയം തന്നെയാണ്. ഇപ്പം ജോലി തന്നെ വേണമെന്നില്ല, പ്രോജക്ട്സ് ഒക്കെ എടുത്ത് നടത്തുന്നവർക്കും അനുകൂലമായ ഒരു സമയം തന്നെയാണ് കേട്ടോ. സ്ഥല സംബന്ധമായ ഒരു കാര്യങ്ങളിലൊക്കെ നോക്കിയാലും നമുക്ക് അനുകൂലമായ സമയം തന്നെയാണ്. അധികാരമൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. നമുക്കൊരു പ്രൊമോഷൻ ലഭിക്കാനും യോഗമുള്ളൊരു സമയമാണ് കേട്ടോ. ശുക്രനും ബുധനും കൂടി യോഗം നിൽക്കുന്ന നമുക്ക് സാമ്പത്തികമായ വളർച്ചയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു നഷ്ടമായിട്ട് കാണാവുന്നതാണ്. കുജൻ 8ൽ നിൽക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ടെൻഷൻസ്, സ്ട്രെസ്സൊക്കെ ഒന്ന് കൂട്ടാനും അലച്ചിലൊക്കെ ഉണ്ടാവാനൊക്കെ യോഗമുള്ള സമയമാണ്. പക്ഷെ എത്രമാത്രം അലച്ചിലുണ്ടെന്ന് പറഞ്ഞാലും അതിൽ നിന്നൊക്കെ ഒരു ഫലപ്രാപ്തി ലഭിക്കുക തന്നെ ചെയ്യും കേട്ടോ. ചിലപ്പോൾ 1 നടക്കേണ്ട അടുത്ത് 10 നടക്കേണ്ട വന്നേക്കാം. എന്നാലും അതൊക്കെ
നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം അനുകൂലമായി വരാൻ സാധ്യതയുള്ള സമയം തന്നെയാണ്. ബിസിനസ്സുകാർക്കൊക്കെ നല്ല സമയമാണ്, നല്ലൊരു മണി ഫ്ലോ ഒക്കെ വരാൻ അനുകൂലമായ സമയമാണ്. വ്യാഴം എങ്കിൽ ഇട്ട് നിൽക്കുന്ന സമയമാണ്. തുലാം രാശിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സമയം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുക. ഈ ഓഗസ്റ്റ് മാസത്തിൽ തുലാം രാശിയെ സംബന്ധിച്ചോളം തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നോക്കിയാൽ അനുകൂലമായിട്ടൊരു ഫലത്തെ തന്നെയാണ് പ്രദാനം ചെയ്യുക കേട്ടോ. അടുത്ത സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ട്, കുടുംബം റിലേറ്റഡ് ആക്കി നോക്കുന്നത് വിവാഹത്തെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുജൻ ഇട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പങ്കാളി കിട്ടുന്നതൊക്കെ സമയമുണ്ട്. പക്ഷേ കുറച്ച് ടൈമൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു പങ്കാളി ലഭിക്കാൻ വേണ്ടി കുറച്ച് താമസമൊക്കെ വന്നേക്കാം. ഓക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങൾ, അനാവശ്യമായ കാര്യങ്ങളൊക്കെ സംസാരിക്കാതിരിക്കുന്നതാണ് ഈ ഒരു മാസം നല്ലതെന്ന് പറയാം. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ അന്യരുടെ കാര്യത്തിലൊന്നും ചെന്ന് ഇടപെടാതിരിക്കുന്നതാണ് പ്രത്യേകം നല്ലതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത വാക്ക് തർക്കങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന അതിഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ആ വാക്ക് തർക്കം നമുക്ക് അന്നേരം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടൂല. ചിലപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ തർക്കിക്കുന്നതായിരിക്കാം. എന്നിരുന്നാൽ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സോ നമ്മളത് ഒത്തിരി വാക്ക് തർക്കത്തിനൊന്നും പോകാതെ നിൽക്കാം. ഞാൻ പറയുമെങ്കിൽ വാക്ക് തർക്കം ഉണ്ടാവാതിരിക്കാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോവണ്ട. അതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയാം. അതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് നല്ല മാസം തന്നെയാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ സ്വപ്നം എന്താണ്, നമ്മുടെ പ്ലാൻ എന്താണ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനും അതിനു വേണ്ടിയുള്ള പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു ഭാരമൊക്കെ അമിതമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഇപ്പം വർക്ക് ലോഡായാലും കൂടുതലായിട്ട് വരാനും ഒരു പ്രഷറൊക്കെ നമുക്ക് എന്തിനൊരു ഹൈ വരാൻ സാധ്യതയുണ്ട്. അത് ഫാമിലി പ്രഷറൊക്കെ ആയാലും നമുക്ക് പൊതുവെ ഒന്ന് കൂടുതലൊക്കെ സാധ്യതയുള്ള സമയം തന്നെയാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് എന്ത് നോക്കിയാലും കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സ്ട്രെസ്സൊക്കെ കൂടാൻ സാധ്യതയുള്ള സമയമാണ്. ദേഷ്യമൊക്കെ അമിതമായിട്ട് വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. നമ്മുടെ ഒരു മാസത്തെ നമ്മൾ നീറ്റായിട്ട് സ്മൂത്തായിട്ട് ഡീൽ ചെയ്താൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മൾ ഡീൽ ചെയ്യുന്നതിൽ വല്ല മിസ്റ്റേക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പാടാക്കിയായിട്ട് ഈ ഒരു മാസത്തെ നോക്കി കണ്ടൊക്കെ ചിന്തിച്ച് വളരെ കുഴപ്പം നിറഞ്ഞ രീതിയിലൊക്കെ ചിന്തിച്ച് അങ്ങനെ പ്രവർത്തിച്ച് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് നിങ്ങളെ വരുത്തിരിക്കും. അതല്ല, നിങ്ങൾ ഈ ഒരു മാസത്തെ നമ്മൾ ചില്ലുപാത്രങ്ങളൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് സൂക്ഷിച്ചു കൊണ്ടുപോകില്ല. അങ്ങനെ സ്മൂത്തായിട്ട് സൂക്ഷിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയും ഈ ഒരു മാസത്തെ ശരിക്കും തുലാം രാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ നല്ലതാണ്. ശ്രദ്ധയില്ലാതെ നമ്മൾ ആ ജാഗ്രത വിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാസം എന്ന് പറയുന്ന ആ ചില്ലുപാത്രം നിലത്തേടി പൊട്ടുന്നതും കഴിഞ്ഞും കഷ്ടമായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് ഈ മാസത്തെ യൂസ് ചെയ്യാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മാസം നല്ല സൂപ്പറായിരിക്കും. ഓക്കെ, കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു മാസത്തെ നോക്കി കാണാൻ സാധിക്കും. അതുപോലെ ആരോഗ്യ സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിലും കുജൻ വ്യാഴവും കൂടി ഏട്ടിൽ നിൽക്കും. ചിലർക്കെങ്കിലും ഉഷ്ണം മൂലമുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും ധാരാളമായിട്ട് അഫക്റ്റ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ചൂട്, ഹീറ്റ്. ഇവർക്ക് ചൂടൊക്കെ ഇപ്പം കാര്യം പറഞ്ഞാൽ മഴക്കാലമാണ്. ഓക്കെ, എന്നിരുന്നാൽ പോലും ചൂടൊക്കെ ഇവർക്ക് കൂടുതലായിട്ട് തോന്നാനും അതുപോലെ ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനും സാധ്യതയുള്ള സമയം തന്നെയാണ്. അതുപോലെ ടെൻഷനൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയം, ഓവർ തിങ്കിങ് കൂടാൻ സാധ്യതയുള്ള സമയമാണ്. ദുഃഖ അനുഭവങ്ങളൊക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള സമയമാണ്. ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ മാസത്തിൽ നിങ്ങൾ ഭവന നിർമ്മാണം, അതുപോലെ തന്നെ സ്ഥലം വാങ്ങൽ, സ്ഥലം വിൽക്കൽ, ഭവനം പുതുത്തേക്കുക, മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. ഈ കാര്യത്തിലേക്കൊന്നും ഇപ്പം ഈ ഒരു മാസം പോകുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ഈ ഒരു മാസത്തെ നോക്കി കാണുക കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു മാസത്തെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, വൃശ്ചിക രാശി. വിശാഖാരണിരം തൃക്കേട്ട അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയാം. വൃശ്ചിക രാശിയെ സംബന്ധിച്ചാൽ ഈ ഒരു മാസം നോക്കുകയാണെങ്കിൽ വലിയ ടെൻഷൻ അടിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് തന്നെ ആദ്യം പറഞ്ഞേക്കാം. വലിയ സന്തോഷങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു മാസം തന്നെയാണ്. അനുകൂലമായ സമയം തന്നെയാണ്. ശനി മാത്രമാണ് നാളിൽ നിന്നുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ തരാൻ സാധ്യത എന്ന് പറയാം. ഗുരുവും കുജനും യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ശനിയുടെ ആ നാളിൽ നിൽക്കുന്നതിൻ്റെ വലിയ തരത്തിൽ നമ്മൾ അഫക്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ് കേട്ടോ. 2-ാം 5-ാം ഭാവാധിപൻ 1-ാം ഭാവാധിപനും യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ഗുരുദൃഷ്ടിയും ഒപ്പമുണ്ട്. കുജൻ ദൃഷ്ടിയും നല്ല സ്ഥലം തന്നെയാണ് പ്രദാനം ചെയ്യുക കേട്ടോ. പൊതുവെ നോക്കിയ വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം അനുകൂലമായ ഒരു ഫലമായിട്ട് തന്നെ നമുക്ക് പറയാം. ജോബ് റിലേറ്റഡ് ആയിട്ട്, ബിസിനസ് റിലേറ്റഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. ഇപ്പം കുറേ നാളായിട്ട് തൊഴിൽ അന്വേഷിക്കാൻ നടക്കുവാണ്, തൊഴിലൊന്നും ലഭിക്കില്ല, ഇനി സ്വയം ഒരു വരുമാനം ഉണ്ടാക്കാൻ നടക്കുവാണ്, നാളെത്തൊട്ടൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു മാസം പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും.
നിങ്ങൾ മടിയൊക്കെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രവർത്തന രംഗത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ശോഭിക്കാനും കഴിയുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ തടസ്സങ്ങളൊക്കെ മാറി നമുക്കതൊക്കെ അനുകൂലമാക്കി വരുത്താനൊക്കെ പറ്റുന്നൊരു മാസം തന്നെയാണ്. നമ്മുടെ ആത്മവിശ്വാസം, അറിവ്, ധൈര്യം അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് നമുക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും കേട്ടോ. നമുക്ക് ആത്മവിശ്വാസം കുറഞ്ഞു പോയാൽ നമുക്ക് കിട്ടേണ്ട ഫലപ്രാപ്തി പൂർണ്ണമായിട്ട് ലഭിച്ചൊന്നും വരില്ല. നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിലൊരു ആത്മവിശ്വാസം ഉണ്ടാവണം. അത് വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം അതിൽ വൃശ്ചികത്തിൽ തന്നെ നമുക്ക് അനുഗ്രഹത്തെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ കാര്യത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ. ഓക്കെ, അങ്ങനെ ചെറിയൊരു ഡിസൈൻ കുറച്ച് പേർക്കെങ്കിലും കാണാറുണ്ട്. വൃശ്ചിക രാശി പൊതുവെ നോക്കുക അങ്ങനെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു സമയമാണ്. സോ അവർക്കൊരു ആത്മവിശ്വാസം വേണം. സോ അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലൊരു ആത്മവിശ്വാസം സ്വീകരിക്കാൻ ശ്രമിക്കാം. എന്തൊരു കാര്യത്തിന് ഇറങ്ങണം പൂർണ്ണമായ ആത്മവിശ്വാസം, ധൈര്യത്തോടെ തന്നെ ഇറങ്ങാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് ആ ജീവിതത്തിൽ നല്ലൊരു റിസൾട്ട് ഈ ഒരു മാസം കൊണ്ടുതരാൻ പറ്റുള്ളൂ. അതല്ലാതെ നമുക്ക് ആത്മവിശ്വാസം ഇല്ല, നമ്മൾ വേണ്ട അറിവ് കൃത്യസമയത്ത് യൂസ് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് ഭയങ്കര ദുരിതം പിടിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെയൊക്കെ കൃത്യമായി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാസം തന്നെ ഓഗസ്റ്റ് മാസം എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യുകയാണ്, നിങ്ങൾ ഫുൾ കോൺഫിഡൻസ് ആയിരിക്കുക, നല്ല വിശ്വാസത്തിൽ തന്നെ നിൽക്കുക, അത് ഓക്കെ സക്സസ് ആവും എന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ടെൻഷൻ അടിച്ച് ഡൗട്ട് അടിക്കുകയാണ്, ഇങ്ങനെയൊക്കെ വരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ സംശയമാണ് നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം വിജയിക്കുകയോ ഇല്ലയാണ്. പിന്നെ അങ്ങനെ മറ്റുള്ളവരെ വിശ്വസിച്ച് അതിൽ ചേരാനോ അതിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് സാധനം മേടിക്കാനോ അതല്ലെങ്കിൽ എന്താണ് അതിലേക്ക് ഒരു നിക്ഷേപം നടത്താനോ ഇതൊക്കെ എങ്ങനെ സാധിക്കും? നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്താണ് ഒരു കോൺഫിഡൻസ് ഇല്ല, അല്ലെ നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയിൽ വിശ്വാസമില്ല, പിന്നെ എങ്ങനെ ദിവസം അത് നിങ്ങൾ ചെയ്ത വർക്ക് ശരിയാണോ തെറ്റാണോ നോക്കുന്നത്? അത് തെറ്റായിരിക്കും തന്നെയല്ലേ വിചാരിക്കും, കാരണം കോൺഫിഡൻസ് കുറവാണ്. സോ എന്തൊരു കാര്യം നിങ്ങൾ ചെയ്താലും അതിന് കോൺഫിഡൻസോടെ ഓഗസ്റ്റ് മാസത്തെ നോക്കി കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മാസം നല്ലൊരു മാസമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ബിസിനസ് കാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണ്. നല്ല മാറ്റത്തിൻ്റെ ഒക്കെ സമയമായിട്ട് ഈ ഓഗസ്റ്റ് മാസത്തെ കാണാൻ സാധിക്കും. സാമ്പത്തികമായ ഉന്നതിയൊക്കെ ലഭിക്കാൻ അനുകൂലമായ ഒരു മാസം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ. അടുത്ത കുടുംബ സംബന്ധമായിട്ട് നോക്കുകയാണ്, ഫാമിലി റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിലും എന്താണ് കല്യാണമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാഫല്യമായി നടത്തിയെടുക്കാനൊക്കെ അനുകൂലമായൊരു സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. പങ്കാളിയുമായുള്ള ചില പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, മധുരമായി മാറാൻ യോഗമുള്ള സമയം. ആദ്യമേ ഒരു ചെറിയ സൗന്ദര്യ പിണക്കൊക്കെ ഉണ്ടെങ്കിൽ ആ പിണക്കം നമുക്ക് എന്താണ് കൂടുതൽ ഇണക്കത്തിന് വേണ്ടിയായവാൻ സാധ്യതയേറിയ മാസം തന്നെയാണ് ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. ചെറിയ സ്വരച്ചേർച്ച ഇല്ലായ്മയൊക്കെ ഉണ്ടാവും, എന്നിരുന്നാൽ അതൊന്നും ഭയപ്പെടേണ്ട. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ അത് നല്ലൊരു ആ ചെറിയ പണക്കത്തിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. എന്താണ് നന്നായി സ്നേഹിക്കുന്നവർക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുള്ളൂ, ചെറിയ ചെറിയ വർക്കുകളും ഇതൊക്കെ വരുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒന്ന് കണ്ടാൽ മതി. അത് എന്തൊരു പ്രശ്നമായാലും നിങ്ങൾ അന്ന് രാത്രി തന്നെ കിടക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നല്ലൊരു എന്താണ് ദാമ്പത്യ ജീവിതം നയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. അതുപോലെ തന്നെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ ഭയങ്കര ഊതിപ്പിറപ്പിച്ച് കുറേ പ്രശ്നമാക്കാതിരിക്കുക. അതിനെയൊക്കെ അതിൻ്റെ ഒരു കൂടുതൽ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും കേട്ടോ. അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. അടുത്ത വിദ്യാർത്ഥികളുടെ കാര്യം പറയുന്നത് 4 ശനി എന്താണ് കഠിനാധ്വാനം ആവശ്യം വരുന്നൊരു സമയമായിരിക്കും. നമ്മൾ വീണ്ടും പരിശ്രമിക്കണം. ചിലപ്പോൾ ആദ്യത്തെ തവണ പരീക്ഷ ചിലപ്പം ഫെയിലായിരിക്കാം, രണ്ടാമത്തെ തീയതി പിന്നെയും ഫെയിലായിരിക്കാം, മൂന്നാമത്തെ തീയതി ചിലപ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ട്രൈ നമ്മൾ തുടർച്ചയായ പരിശ്രമം ആവശ്യമായി വരുന്നൊരു സമയം തന്നെയാണ് ആഗസ്റ്റ് മാസം എന്ന് പറയുക. കഠിനാധ്വാനം എന്ത് ചെയ്യും, കൃത്യമായ പ്രതിഫലത്തെ പ്രദാനം ചെയ്യും. നിങ്ങൾ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടില്ലാണ്ട് ദൈവം വെക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ കഠിനമായി അധ്വാനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. അടുത്ത സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ മനസ്സിലൊരു സന്തോഷം ലഭിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ മാസം. നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയാം. കുടുംബത്തെ ആവശ്യമായ കാര്യങ്ങൾ നടത്താനും അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നൊരു സമയം തന്നെയായിരിക്കും. അതുപോലെ തന്നെ പിണക്കത്തിൽ നിൽക്കുന്നവരുമായി നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിക്കാനും തിരിച്ചു നല്ലൊരു സ്നേഹബന്ധത്തിലേക്ക് എത്തുവാനൊക്കെ യോഗമുള്ളൊരു സമയം തന്നെയാണ്. ഭർത്താവുമായി കൂടുതൽ അടുക്കുവാൻ യോഗമുള്ളൊരു സമയമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയാം. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വാങ്ങാൻ കഴിയുന്നൊരു മാസമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയാം കേട്ടോ.
പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ്. 4 ശനിയുണ്ട്. എന്നാൽ കാല റിലേറ്റഡ് ആയിട്ട് എന്താണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ വൃശ്ചികം സംബന്ധിച്ച് എന്താണ് അനുകൂലമായിട്ട് തന്നെ വരും. പിന്നെ നിങ്ങൾ എടുക്കുന്ന രീതി, ഇപ്പം വൃശ്ചിക രാശിയെ നോക്കുകയാണെങ്കിൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യത്തെ നോക്കി കാണുന്നത് ഭയങ്കര ഡൗൺ ആയിട്ടാണെങ്കിൽ അത് ഡൗൺ ആയിട്ട് തന്നെയായിരിക്കും പോവുക. സോ അത് നല്ല രീതിയിൽ തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി കഴിയുമ്പോൾ കുറച്ച് ഡൗൺ ആയിരിക്കും, പക്ഷേ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഒന്ന് സ്മൂത്തായിട്ട് നല്ല രീതിയിൽ കയറും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, പിന്നെ അത് ഡിമ്മായി ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങളെ എന്താണ് ഒന്നെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആയി പോകുന്നത്, രണ്ട് നിങ്ങളെ അറിവ് തെറ്റായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൃത്യമായി നിങ്ങളുടെ അറിവ് യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ അത് തന്നെയായിരിക്കും. സോ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെയാണ്. അതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കുമെങ്കിൽ അത് മറികടക്കാൻ തന്നെ ശ്രമിക്കുക. അല്ല അത് വലിയ പ്രശ്നമാക്കി കണ്ടുകൊണ്ടിരുന്ന് നമുക്കത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല, അതിൻ്റെ ഒരു റിസൾട്ട് ലഭിച്ചെന്ന് വരില്ല. ഓക്കെ, അപ്പം എപ്പോഴും എന്ത് ചെയ്യുക, വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം എന്തൊരു കാര്യത്തെ ആത്മവിശ്വാസത്തോടെ നേരിടുക. അതെന്താണ്, ഓവർ കോൺഫിഡൻസ് അല്ല, കറക്റ്റായിട്ട് കോൺഫിഡൻസോട് വരിക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ കോൺഫിഡൻസ് ആവുക, കൃത്യസമയത്ത് നിങ്ങളുടെ അറിവ് യൂസ് ചെയ്യുക. ഓക്കെ, അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാസം എന്ന് പറയുന്നത് ഈ മാസം എന്ന് പറയുന്നത് അടിച്ചു പൊളിക്കും. ഓക്കെ, അത്ര നല്ല മാസമാക്കി തന്നെ മാറ്റാൻ സാധിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റും ആയിരിക്കും. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കുക. ധനുരാശി അഥവാ ധനുലിംഗം, മൂലം പൂരാടം ഉത്രാടം കാടുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുക. അപ്പോൾ ധനുരാശിയെ സംബന്ധിച്ചോളം ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഗുണമാണോ എന്ന് ചോദിച്ചാൽ അത്ര നമുക്കറിയാം, ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. 8 സൂര്യനും 6 ഗുരുവും കുജനും കൂടി നിൽക്കുന്ന സമയവും ബുധനും ശുക്രനും 9 നിൽക്കുന്നതും ശനി 3 നിൽക്കുന്ന സമയം ഒരു സമ്മിശ്ര ഫലത്തെയാണ് എന്താണ് പ്രദാനം ചെയ്യുക ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുക. അപ്പം എന്താണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്ന നിങ്ങളുടെ ലൈഫ് ശ്രദ്ധിച്ച് ഈ മാസം യൂസ് ചെയ്ത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എത്തിക്കാൻ സാധിക്കും. കാരണം ഒരു ജീവിതമാകുമ്പോൾ അതിലെന്താണ് കയറ്റം ഉണ്ടാവും, ഇറക്കം ഉണ്ടാവും, അല്ലേ? എന്നാൽ മാത്രം അത് നല്ലൊരു ജീവിതമാക്കി നോക്കുക. എപ്പോഴും സന്തോഷം മാത്രം ഉള്ളെങ്കിൽ പ്രശ്നമാണ്, എപ്പോഴും ദുഃഖം മാത്രം ഉള്ളെങ്കിലും പ്രശ്നമാണ്, അല്ലേ? അപ്പം നിങ്ങൾ കുറേ പേരെങ്കിലും ചിന്തിക്കുക, അയ്യോ ഞങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്ത ഉണ്ടാവും. പക്ഷെ എന്താണ്, കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, കൃത്യമായി മാസത്തെ നോക്കി കണ്ട് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലൈഫ് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ മാറ്റങ്ങളും വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് അനുകൂലമായൊരു സമയമാണ്. ബിസിനസ്സിനായാലും തൊഴിലിനൊക്കെ ആയാലും എന്താണ് നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ ചെയ്യുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ അതിങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഒരു മാറ്റം വേണം എന്നൊരു ആഗ്രഹമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സമയം തന്നെയായിരിക്കും ഓഗസ്റ്റ് മാസം എന്ന് പറയാം. പക്ഷെ വരുമാനം നമുക്ക് കൂട്ടിക്കിട്ടും എങ്കിൽ മാത്രം അതിൽ നിന്ന് മാറിക്കിട്ടുക, അങ്ങനെ ഇതാണ് നമ്മൾ പറയാം. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണോ അത് തന്നെ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം. ഓക്കെ, ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നല്ല അവസരങ്ങളൊക്കെ കൂടുതൽ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്, നല്ലതായി ചിന്തിക്കാൻ യോഗമുള്ള സമയമാണ്. നമുക്ക് എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ വലിയ കുഴപ്പമില്ല, നിങ്ങൾ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്, നിങ്ങളുടെ ഫിനാൻഷ്യലി നിങ്ങൾ ഓക്കെ ആയിട്ടാണ് പോകുന്നത് എങ്കിൽ അതിൽ നിന്ന് വലിയൊരു മാറ്റം വരുത്താതിരിക്കുന്നതാണ് ഉത്തമം എന്ന് പറയാം. അല്ലെങ്കിൽ അത്ര കൃത്യമായി ചിന്തിച്ച് അത്ര കൃത്യമായി നിങ്ങൾ അനലൈസ് ചെയ്ത് വേണം ആ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ പോകാം. കാരണം ഞാൻ പറഞ്ഞു ഈ ഒരു മാസം വരുന്ന ഗുണദോഷ സമ്മിശ്ര ഫലമാണെന്ന് പറഞ്ഞു. സോ നിങ്ങൾക്കൊരു വേറെ ഓപ്പർച്യൂണിറ്റി കിട്ടി, നിങ്ങൾ നോക്കുക എനിക്ക് അതാണ് ഇതാണ് നല്ലത്, അല്ലെങ്കിൽ അവിടെ ഞാൻ ചെന്നാൽ എനിക്ക് ആ ജോലി കണ്ടിന്യൂസ് ആണോ, അല്ലെങ്കിൽ ഞാൻ ആ ബിസിനസ് ചെയ്താൽ ഓക്കെ ആണോ എന്ന് കൃത്യമായി ചിന്തിച്ച് മാത്രം അങ്ങോട്ട് പോവുക. ഓക്കെ, അതല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയേക്കാം എന്ന് വിചാരിച്ച് മാറി ചെന്നാൽ ചിലപ്പോൾ നമ്മളവിടെ നിന്ന് മാറ്റുക എന്നായിരിക്കും. പിന്നെ നമ്മളവിടെ നിന്ന് മാറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തിരിച്ച് ആ സ്ഥാപനത്തിലേക്ക് എടുക്കണം എന്ന് നിർബന്ധമില്ല. അപ്പം നമുക്ക് എന്താ അവിടെ ഇവിടെ ഇല്ലാത്ത നിലയിൽ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന ഫ്രീഡം നമുക്ക് ചിലപ്പോൾ അവിടെ കിട്ടിയെന്ന് വരില്ല. സോ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോകും. സോ അതുകൊണ്ട് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ലൈഫ് ഓക്കെ ആണ്, സ്മൂത്ത് ആണെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകട്ടെ. ഓക്കെ, തൊഴിലിപ്പോൾ മാറാണോ, ബിസിനസ് മാറാണോ, അല്ലെ തൊഴിലിൽ നിന്ന് ബിസിനസ്സിലേക്ക് മാറാണോ നിൽക്കണ്ട. ഇനി അതല്ല തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റും, അങ്ങനെ ആ കുഴപ്പമില്ലാത്തൊരു സ്ഥാപനമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു പോകാൻ പറ്റും. എന്നിട്ട് എപ്പോഴാണ് നിങ്ങളുടെ സാലറിയുടെ ഡബിൾ ഇരട്ടി നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നത് അന്നേരം എന്ത് ചെയ്യുക, തൊഴിൽ വിടാം, വിഷയമില്ല. അല്ലാതെ നിങ്ങളെ തൊഴിൽ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ എന്ത് ചെയ്യും, ഇൻസ്റ്റേബിൾ ആയിരിക്കും. 2 ഇരട്ടി വരാൻ പറയാനുള്ള കാരണം ബിസിനസ്സാണ്. ഇന്ന് ജയിക്കാം, നാളെ തോക്കാം. ഓക്കെ, ഇന്ന് തോക്കാം, നാളെ ജയിക്കാം. അതുകൊണ്ട് തന്നെ തൊഴിൽ എന്ന് പറയുന്നൊരു ജോലി ഉണ്ടെങ്കിൽ ജോലി സ്ഥിര വരുമാനമാണ്, കണ്ടിന്യൂസ് അങ്ങ് പൊക്കോളും. ഇപ്പോൾ പ്രൈവറ്റ് ജോബ് ആണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് കണ്ടിന്യൂസ് വരുമാനം കിട്ടും. നമ്മുടെ ഭാഗത്തിന് വലിയ തെറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ കണ്ടിന്യൂസ് തന്നെ എന്ത് ചെയ്യും, ആ ജോലി കിട്ടും. ഒരു ഉറപ്പുണ്ട് നമുക്ക് ഇന്ന മാസം ഇത്രയും തീയതി നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുമെന്ന്. പക്ഷേ ബിസിനസ് നമുക്ക് ഒരിക്കലും ആ ഉറപ്പ് പറയാൻ പറ്റൂല. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ
നീങ്ങണം കേട്ടോ. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ആപത്തിലേക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് തന്നെ പോകാം. എന്ന് വെച്ചാൽ ജാഗ്രതയോടെ വേണം ആ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ വേണ്ടി. നമ്മുടെ തൊഴിൽ സ്ഥലത്ത് പോലും നമുക്ക് ശത്രുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ഈ മാസം നിൽക്കുക. അതുപോലെ ഓവറായിട്ട് ഒരു എക്സ്പെക്റ്റേഷനും വേണ്ട. തുടക്കത്തിൽ പറഞ്ഞ നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഇച്ചിരി നല്ല അവസരം കിട്ടിയാൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുണ്ട് എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാവാം. അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവാം. എന്നിരുന്നാലും ഒത്തിരി ഓവർ എക്സ്പെക്റ്റേഷൻ നമുക്ക് നിരാശയെ കൊണ്ടുതരും. അതുപോലെ ജോലിയിൽ കുറച്ച് സ്ട്രെസ്സൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. വാക്ക് തർക്കങ്ങളൊക്കെ തൊഴിൽ സ്ഥലത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലവൊക്കെ വർദ്ധിക്കാനും സാധ്യതയുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് എനിക്ക് എന്താണ് രണ്ടാം ഭാവത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഫാമിലിയൊക്കെ എന്താണ് കുടുംബ സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ ആയിട്ടുള്ള മാസമാണ്. പ്രണയങ്ങൾക്കിടയിൽ എന്താണ് ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്ര നല്ലൊരു മാസമല്ല, നല്ലൊരു ഡിസിഷനൊക്കെ എടുക്കാൻ നല്ലൊരു മാസമായിട്ട് നമുക്ക് കാണത്തില്ലാത്തൊരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. കുടുംബത്തിൽ വലിയ സുപ്രധാനമായിട്ടൊരു കാര്യത്തിൻ്റെ ഒരു ഡിസിഷൻ എടുക്കണം അത് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ വേറൊരു ആൾക്കാർ തീരുമാനം വിട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ആ ഡിസിഷൻ എടുക്കുന്ന അത്ര കൃത്യം അല്ലെങ്കിൽ അത്ര നല്ല സമയമാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലൊക്കെ നോക്കുകയെങ്കിൽ മത്സര പരീക്ഷയ്ക്ക് അധ്വാനിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. 16 വരെ എന്താണ് ചില തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനുശേഷം എന്താണ് ഓക്കെ ആയിട്ടുള്ള മാസമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ആരോഗ്യ സമയം നോക്കുകയാണെങ്കിൽ 8 സൂര്യന് 6 കുജനൊക്കെ നിൽക്കുന്ന സമയമാണ്. ഡൈജഷൻ റിലേറ്റഡ് ആയിട്ട് ഡൈജഷൻ പ്രോബ്ലങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു വയറ് സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതൊരു എന്താണ് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾ ആരോഗ്യം പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ആരോഗ്യം പരിശോധിക്കണം. എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും കൃത്യമായ വൈദ്യ പരിശോധന സ്വീകരിക്കുക. അത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടം. എന്താണ് അലോപ്പതി തന്നെ വേണമെന്ന് അറിയില്ല, ഹോമിയോപ്പതി വേണമെന്ന് അറിയില്ല, ആയുർവേദം വേണമെന്ന് അറിയില്ല, അക്യുപഞ്ചർ വേണമെന്ന് അറിയില്ല, സിദ്ധവൈദ്യം വേണമെന്നില്ല. നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യം തോന്നുന്നത്, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ സ്വീകരിക്കാം. ആ വൈദ്യം നിങ്ങൾക്ക് സ്വീകരിക്കാം. ഓക്കെ, അത് സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഒരു മെഡിസിൻ കഴിച്ചാൽ, നമുക്ക് ഇഷ്ടമില്ലാതെ എന്ത് കഴിച്ചാലും നമുക്കത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ എന്ന് പറയുന്നൊരു ചീത്തയായിട്ടാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മരുന്നായെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫലപ്രാപ്തി എന്ന് പറയുന്നത് രക്ഷയാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വൈദ്യൻ നമ്മൾ പരിശോധിക്കുക. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വൈദ്യനാണ് അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള വൈദ്യനാണെങ്കിൽ ആ വൈദ്യൻ ജസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം തന്നാലും നമുക്ക് ആ രോഗം എന്ത് ചെയ്യും, പരിഹരിക്കും. അതല്ല നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വൈദ്യമാണ്, ഒരു രീതിയാണ്, ചികിത്സാ രീതിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വൈദ്യനാണ്, അല്ലെങ്കിൽ ആ വൈദ്യനെ മറ്റൊരാൾക്ക് ചികിത്സിച്ചപ്പോൾ മോശം അനുഭവം ഉണ്ടായി, അപ്പം നമുക്ക് ചികിത്സിക്കുമ്പോൾ എന്തായി, നമ്മുടെ കയ്യിൽ ഓട്ടോമാറ്റിക് ചിന്ത നോക്കിയാൽ അവർ ചികിത്സിച്ചാൽ ഭേദപ്പെടില്ല. അപ്പം ആ ചിന്ത വന്നു. അപ്പം അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, ആ ഒരു ഫലപ്രാപ്തി ലഭിച്ചൊന്നുമില്ല. സോ നിങ്ങൾക്ക് വിശ്വാസമുള്ളതാണ് ആ വൈദ്യ പരിശോധന ചെയ്യുക, ആ മരുന്നുകൾ കഴിക്കുക. അതെന്തൊരു കാര്യത്തിൽ നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുക. ഓക്കെ, അതെന്തൊരു കാര്യം ഫലപ്രാപ്തിയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കും, എന്നാൽ മാത്രമേ ഇത് പൂർണ്ണ ഫലത്തിലേക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെയാണ്. പിന്നെ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് ചില ചിന്തകളൊക്കെ അറിയാത്ത ചിന്ത, നമ്മൾ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കും. ഓക്കെ, നമ്മൾ പോലും വേണ്ട ചിന്തിക്കേണ്ടെന്ന് വിചാരിക്കും, പക്ഷെ ആ കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാം. പിന്നെ എല്ലാ കാര്യത്തിലും കുറച്ച് സമാധാനമൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. ചുമ്മാ മിതമായിട്ടുള്ള പ്രതീക്ഷകൾ വേണ്ട. അതുപോലെ തന്നെ പേഷ്യൻ്റ് കുറച്ച് വേണ്ട. നമുക്ക് നല്ലൊരു പേഷ്യൻസ് ആയിട്ട് തന്നെ ഈ ഒരു മാസത്തെ നോക്കിക്കാണുക. അപ്പം കുറച്ച് സ്മൂത്തായിട്ട് ഈ ലൈഫ് കൊണ്ടുപോകാൻ പറ്റട്ടെ ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുക. മകരരാശി അഥവാ മകര ലഗ്നവും. ഓക്കെ, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ട മരടങ്ങുന്ന 2 കാല നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുക. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തെ മകരരാശിയെ സംബന്ധിച്ചോളം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അനുകൂലമല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തായാലും ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് കരുതാൻ പറ്റുള്ളൂ. 2 ശനി വക്രത്തിൽ, അതുപോലെ തന്നെ ഗുരു ബുധൻ 8-ലാണ്. ഗുരുവും കുജനും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമാണ്. നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ, സ്ട്രെസ്സൊക്കെ വർദ്ധിക്കുന്ന ഒരു ടൈമായിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. അതുപോലെ ഇരിക്കുന്ന ജോലി എന്ത് തന്നെയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്ത് തന്നെയാണ്, അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഈ ഒരു മാസം ഉത്തമം എന്ന് പറഞ്ഞാൽ. അതുപോലെ കഴിഞ്ഞ കാര്യങ്ങളിൽ
നമുക്ക് ഓർമ്മകളൊക്കെ വരും. കഴിഞ്ഞ കാലത്ത് ഞാൻ ഇങ്ങനെ ചെയ്ത് കൂട്ടിയല്ലോ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ എനിക്ക് ഈ മാസം ഇങ്ങനെ ആയത് എന്ന് നമുക്ക് ഒന്ന് നമ്മൾ പുറകോട്ട് ചിന്തിക്കേണ്ട ഒരു ടൈം വരിക. നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട ഒരു സമയം വരുന്ന ഒരു സാഹചര്യവും നമുക്ക് ഈ ഒരു മാസം പറയാവുന്നതാണ് കേട്ടോ. അതായത് നമുക്ക് കുറേ നേട്ടാനുഭവങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ല എന്നല്ല പറയുന്നത്, കുറേ നേട്ടാനുഭവങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. എന്നിരുന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും, വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല വലിയ പ്രശ്നങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ആവറേജ് ഒരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറയാം. ഒത്തിരി വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായെന്ന് വരില്ല കേട്ടോ. എന്നിരുന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജോലി, ബിസിനസ് എന്ത് തന്നെയാലും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ മണി ഫ്ലോ ഒക്കെ എന്നത് പയ്യെ കുറഞ്ഞു വരും. പക്ഷെ നമുക്ക് പേടിക്കേണ്ട, നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കത് വീണ്ടും ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. ഒരു ബിസിനസ് ആകുമ്പോൾ ലാഭമുണ്ടോ നഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാം. ഞാൻ ഇതുവരെ ലാഭം മാത്രമേ കണ്ടിട്ടുള്ളൂ, ഈ മാസം നഷ്ടം വന്നേക്കാം. ഓക്കെ, സോ ഒന്ന് ശ്രദ്ധിക്കാതെ മനസ്സിലാക്കി വെക്കുക. മനസ്സിലാക്കി വെച്ചാൽ നേരത്തെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നേരം അത് വരുമ്പോൾ പെട്ടെന്നൊരു അടിയായിട്ട് തോന്നൂല. ഓക്കെ, അപ്പം നേരത്തെ നിങ്ങൾക്ക് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നേരത്തെ ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അല്ലാതെ ബിസിനസ് നഷ്ടമാകട്ടെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ബിസിനസ് നഷ്ടമാകാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഓവർകം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡൗൺ വന്നാലും നിങ്ങൾക്ക് വലിയ ഇഷ്യൂ ആവാതെ നിൽക്കും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് ജ്യോതിഷശാസ്ത്രം എന്ന് പറയുന്ന നേരത്തെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രഡിക്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ഫോർകാസ്റ്റ് എന്ന് പറയുന്ന ശരിക്കും നിങ്ങളൊരു പ്രിക്കോഷൻസ് പോലെ, നിങ്ങൾക്കൊരു ട്രാഫിക് സിഗ്നൽ ബോർഡ് പോലെ ആയിരിക്കണം ഈ ഒരു വീഡിയോസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓരോ സൂചനകൾ ലഭിക്കുമ്പോൾ അത് കൃത്യമാക്കി മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ദോഷഫലങ്ങൾ നല്ല ഫലങ്ങൾ വന്നാൽ അതുപോലെ കൃത്യമായിട്ട് പറയണം. എന്നിരുന്നാലും ദോഷഫലത്തിന്റെ കാഠിന്യം അത്രയും കൂട്ടിയല്ല പറയണേ, നമ്മൾ കാഠിന്യം കുറച്ച് തന്നെയാണ് പറയാറുള്ളത് അല്ലേ. നമ്മൾ ആ നല്ല ഫലത്തിൻ്റെ കാര്യം ഞാൻ ഒത്തിരി ഓവർ ആക്കാറില്ല. കാരണം നമുക്ക് എന്ത് സംഭവം ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടത് നമുക്കൊരു ഡൗൺ ഫീൽ വരും. നമ്മൾ ഒത്തിരി നല്ല പ്രതീക്ഷ, ചിലപ്പോൾ നമ്മുടെ ജാതകപ്രകാരം നമുക്ക് അത്ര അനുകൂലമല്ല, സോ നിങ്ങൾക്ക് മോശഫലങ്ങളായിരിക്കും വരിക. നമുക്ക് ഒത്തിരി ദോഷഫലങ്ങളുണ്ട്, പക്ഷെ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളില്ല, അനുകൂലമായെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ വലിയ രീതിയിൽ ഏശാതെ അങ്ങ് പോക്കോളും. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക, ഒരു പ്രിക്കോഷൻസ് എടുത്തേക്കുക. ഇങ്ങനെ ബിസിനസ് ഡൗൺ ആണ്, അപ്പം നിങ്ങൾ അതിന് കരുതലുകൾ എടുക്കണം. ഇപ്പം സ്റ്റാഫിൻ്റെ സാലറിയൊക്കെ നേരത്തെ കൊടുക്കാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, അത് ഡൗൺ വരുമ്പോൾ നിങ്ങൾക്ക് വലിയ ഏശാതെ അങ്ങ് പൊക്കോളും. സോ ആ ടൈമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് അടുത്ത ടൈം അത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. അതുപോലെ കുടുംബസമതമായിട്ട് നോക്കുകയാണെങ്കിൽ, ഫാമിലി റിലേറ്റഡ് ഒക്കെ നോക്കുകയാണെങ്കിലും, നിങ്ങൾക്ക് പ്രണയത്തിലൊക്കെയാണ് അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രണയം ഒന്ന് വീട്ടിൽ അവതരിപ്പിച്ചാലോ, ഞാൻ വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചാലോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മാസം അത് അത്ര നല്ല സമയമായിട്ട് പറയാം. ചില തടസ്സങ്ങളൊക്കെ വന്നാൽ സാധ്യത ഉണ്ടാകുന്ന സമയമാണ്. സോ ഈ മാസം നമുക്ക് നിങ്ങളിപ്പോൾ പോകുന്ന പോലെ തന്നെ പോട്ടെ, അതായിരിക്കും നല്ലതെന്ന് പറയാം. ഇപ്പം ഈ ഒരു പ്രണയം വിവാഹത്തിലേക്ക് മാറ്റാൻ നിൽക്കേണ്ട ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്, ഈ ഒരു ഓഗസ്റ്റ് മാസം കൂടി ഇങ്ങനെ പോട്ടെ എന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലായാലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ അതിനൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതപ്പം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് ഈ മാസത്തെ കൊണ്ടുപോകാൻ പറ്റും. അതല്ല നിങ്ങൾ വലിയ പ്രശ്നങ്ങളൊക്കെ എടുത്താൽ ആ പ്രശ്നം എന്ത് ചെയ്യും, ഭയങ്കര വലിയ പ്രശ്നം. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പക്കയായിട്ട് ഒന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. അതല്ലേ നിങ്ങൾ ഡിവോഴ്സിലേക്ക് വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. അതല്ലെങ്കിൽ രണ്ടുപേരും രണ്ടടുത്ത് എന്ന നിലയിൽ പോലും നിൽക്കാനുള്ള സാഹചര്യം മകരരാശിയെ സംബന്ധിച്ചുള്ള ഈ ഓഗസ്റ്റ് മാസത്തിലുണ്ട് കേട്ടോ. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അഡ്വൈസ്, നമുക്ക് കൃത്യമായിട്ട് എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് ആദ്യമേ അങ്ങെടുത്ത് മാറ്റണം. ഓക്കെ, എന്നിട്ട് പേരൻസിനോടും മെൻറ്റേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ കാര്യം കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ സഹായിക്കുക. നിങ്ങൾക്ക് ഉള്ള ഐഡിയാസ് നിങ്ങൾ പറയുക. ഓക്കെ, എന്നിട്ട് മുതിർന്ന ഒരാളുടെ അഡ്വൈസും കൂടി സ്വീകരിച്ച ശേഷം മാത്രം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി നന്നായി മൂവ് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, ഏഴരശനി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് നല്ല ഫലമാണ്, ആരോഗ്യം പൂർണ്ണമായിട്ട് നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജാഗ്രത ആവശ്യമാണ്, ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വഹിക്കുന്നത് നല്ലതാണ്. കാരണം ഭക്ഷണ സംബന്ധമായിട്ട് നമുക്ക് ചെറിയ അസുഖങ്ങൾ, അത് മുഖേന ചില അസുഖങ്ങളൊക്കെ വരാനും
ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യം നല്ല രീതിയിൽ നോക്കണം. എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ സ്ത്രീകളുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല മാറ്റമൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാസം തന്നെയായിരിക്കും. പക്ഷെ എന്താണ്, കൃത്യമായ പ്ലാനിങ് ആവശ്യമാണ്. കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മാറ്റങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവരാനൊക്കെ സഹായിച്ചെന്ന് വരികയുള്ളൂ. അതുപോലെ തന്നെ നല്ല എന്താണ് പ്രത്യാശത്തോടെ ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുക. അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഫലത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. ഈ മാസം നിങ്ങൾ ഒത്തിരി ടെൻഷൻ അടിക്കാൻ നിൽക്കേണ്ട. ഈ ഒരു മാസം എന്ന് പറയുന്നത് കുറച്ച് ടെൻഷനൊക്കെ കൂടും, സ്ട്രെസ്സൊക്കെ കൂടും. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഒത്തിരി ടെൻഷൻ സ്വയമേ ചിന്തിച്ച് ഓരോ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കേണ്ട. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് ഒരു മാസത്തെ നോക്കിക്കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് മകരരാശി സംബന്ധിച്ചുള്ള ഫലം എന്ന് പറയും. കുംഭരാശി അല്ലെങ്കിൽ കുംഭലഗ്നം. അവിട്ടമര ചതയം പൂരിട്ടാതി മുക്കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയാം. വക്രശനി ഉള്ള സമയമാണ് അല്ലെ. 7 ബുധനും ശുക്രനും കൂടെ നിൽക്കുന്നു. 4 ഗുരുവും കുജനും കൂടെ നിൽക്കുന്ന സമയമാണ്. ബുധനും ശുക്രനും ദൃഷ്ടി നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് കുംഭരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു മാസം എന്ന് പറയുക. തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ സമാധാനമൊക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. ഉണ്ടായിരുന്ന ടെൻഷൻസ് ഒക്കെ ഒന്ന് കുറയാനും ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് നമ്മളങ്ങ് ഇറുകിച്ചേരാനും നമുക്കൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സമയം തന്നെയായിരിക്കും ഒരു മാസം എന്ന് പറയുന്നത്. ടെൻഷൻസൊക്കെ ഒന്ന് കുറയും. അതുപോലെ തന്നെ നമ്മുടെ വർക്കേഴ്സുമായിട്ട് നമ്മൾ കുറച്ചുകൂടി ഒരു സൗഹൃദം സ്ഥാപിക്കാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും. ബിസിനസ്സൊക്കെ കംഫർട്ടബിളായി മാറുന്ന സമയം തന്നെയായിരിക്കും ഈ മാസം എന്ന് പറയുന്നത്. പൊതുവെ ഒരു അനുകൂല മാസമായിട്ട് നമുക്ക് പറയാവുന്നൊരു മാസം തന്നെയാണ്. കുംഭരാശിയെ സംബന്ധിച്ചാലും ഓഗസ്റ്റ് മാസത്തിൽ തൊഴിൽ സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ കേട്ടോ. അതുപോലെ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് നോക്കുകയാണെങ്കിൽ ജന്മശനി ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. റിലേഷൻഷിപ്പിലുള്ളവർക്ക് സംസാരിക്കുമ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. അതുമാത്രമല്ല, നമുക്ക് റിലേഷൻഷിപ്പിലാണ് ഞാൻ വീട്ടിൽ പറയട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയാവുന്ന ഒരു സമയം തന്നെയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ അവതരിപ്പിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഈ സമയം എന്ന് പറയുന്നത്. ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ നല്ലൊരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ഒരു സമ്മിശ്ര ഫലത്തിലേക്കൊക്കെ നിങ്ങളുടെ കുടുംബജീവിതം എന്ന് പറയാം. ഗുണമുണ്ടാവും, ദോഷവും ഉണ്ടാവും. അങ്ങനെയൊക്കെ പോയാലാണ് ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് സന്തോഷമായി നമുക്ക് നല്ലൊരു സുഖത്തോടെ പോകാൻ പറ്റുള്ളൂ. എപ്പോഴും സന്തോഷം മാത്രം ഉള്ളെങ്കിലും കുഴപ്പമാണ്, എപ്പോഴും ദുഃഖം മാത്രം ഉള്ളെങ്കിലും പ്രശ്നമാണ്. സോ ഈ സമ്മിശ്ര ഫലം എന്ന് പറയുന്നത് നമുക്ക് വളരെ അനുകൂലമായൊരു സമയം തന്നെയായിട്ട് നമുക്ക് പറയാവുന്ന സമയമാണ് കുടുംബ സംബന്ധമായിട്ട് നോക്കിയാൽ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അനുകൂലമായ സമയമാണോ എന്ന് ചോദിച്ചാൽ അനുകൂലമാണ്. വക്രശനി നമുക്ക് എന്തൊരു കാര്യവും നമുക്ക് തോൽവികൾ റിപ്പീറ്റായിട്ട് തോൽവികൾ ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ്സാകാനൊക്കെ സാധിക്കും. നമുക്ക് കൃത്യമായ പ്ലാനുണ്ട്, അതനുസരിച്ചുള്ള ആക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫലത്തെ തന്നെ പ്രദാനം ചെയ്യും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. അതുപോലെ സ്ത്രീകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മനസ്സിനൊരു അശുഭ ചിന്തയൊക്കെ വരാൻ സാധ്യതയുണ്ടാകും. ഒരു സുഖക്കുറവ് തോന്നാൻ സാധ്യതയുണ്ട്. പോസിറ്റീവായ ചിന്തകളൊക്കെ നമുക്ക് വരും. എന്നിരുന്നാൽ പോലും നമ്മുടേതായ കുറേ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കുറേ പ്രശ്നങ്ങൾ കൊണ്ട് ചില നെഗറ്റീവായിട്ട് തോട്ട്സുകളൊക്കെ നിങ്ങളുടെ ചിന്തയിലേക്ക് വരാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതായത് ജീവിതം എന്ന് പറയുന്നത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അമിതമായ ചിന്തകളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ ഉത്തമമായ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും കേട്ടോ. ഒരു സന്തോഷമായിട്ടുള്ള ഒരു കുടുംബജീവിതമൊക്കെ നയിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന സമയം തന്നെയാണ് കുംഭരാശിയെ സംബന്ധിച്ചാൽ ഓഗസ്റ്റ് മാസം എന്ന് പറയാം. ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ നമുക്ക് മരുന്നുകൾ, അതുപോലെ ചികിത്സകളൊക്കെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നൊരു സമയം തന്നെയായിരിക്കും. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കി എങ്ങനെയുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ജാഗ്രത ആവശ്യമാണ്. ജാഗ്രത ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ പകർച്ചവ്യാധികളൊക്കെ പിടിപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുള്ള ജാഗ്രതയും ആവശ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റിലേക്കൊക്കെ പോകാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അനുകൂലമായ സമയമല്ല. സോ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ പോവാതിരിക്കുകയാണ് ഈ മാസം നല്ലത്. ഇനി അതല്ല നിങ്ങൾക്ക് പോയേ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു എക്സ്പെർട്ടൈസേഷൻ ഉള്ള ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഫീൽഡുമായിട്ട് റിലേറ്റഡ് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ആളുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുകയും നിങ്ങൾക്ക് ആ ഫീൽഡ് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയ കുംഭരാശിയെ സംബന്ധിച്ചുള്ള അനുകൂലമായ ഫലത്തിലേക്ക് നിങ്ങൾക്ക് നയിക്കാൻ പറ്റും കേട്ടോ. മീനരാശി, മീനലഗ്നം. പൊരുട്ടാതിക്കാരൻ ഉത്തരട്ടാതി രേവതി അടങ്ങുന്ന 2 നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുക. അപ്പോൾ മീനരാശിയെ സംബന്ധിച്ചുള്ള ഈ മാസം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇപ്പം കുജനും വ്യാഴവും 3-ൽ നിൽക്കുന്ന സമയമാണ്. 6-ൽ ബുധനും ശുക്രനും, 5-ൽ സൂര്യൻ, രാഹു കേതുക്കൾക്ക് 1-7, ശനി 12-ൽ വക്രത്തിൽ വരുന്ന സമയമാണ്. ജോലി സംബന്ധം അതുപോലെ ബിസിനസ് സംബന്ധമാക്കി നോക്കിയാൽ നമുക്ക് ധർമ്മകർമാതി യോഗമൊക്കെ പറയാവുന്ന സമയമാണ്. 2-9, 1-10 ഭാവാധിപൻ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. വരുമാനമൊക്കെ വർദ്ധിക്കുന്ന ഒരു ടൈം തന്നെയായിരിക്കും.
തൊഴിലില്ലാത്തവർക്കാണെങ്കിൽ എന്താണ് ഒരു മാർഗം തെളിഞ്ഞു കിട്ടാനൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. നമ്മുടെ മുമ്പിൽ ഒരു പുതിയ പാത തെളിഞ്ഞു കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ്. പരിശ്രമിച്ചു കഴിഞ്ഞാൽ തൊഴിൽ നേടണം എന്നാഗ്രഹിച്ച് പൂർണ്ണമായ പരിശ്രമം ഉണ്ടെങ്കിൽ, പൂർണ്ണമായ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിലൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയാം കേട്ടോ. ഫാമിലി അല്ലെങ്കിൽ കുടുംബജീവിതമൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. എന്താണ് ഒരു ആശയക്കുഴപ്പങ്ങളൊക്കെ വരാനൊക്കെ ഇടയുള്ള സമയമാണ്. ഇപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണോ എന്ന് ഒക്കെ ചിന്തിക്കുന്നവരോടാണെങ്കിൽ ഞാൻ പറയുമെങ്കിൽ അത്രയും ചിന്തിക്കണ്ട. നിങ്ങൾ ഈ ഒരു മാസം വിവാഹത്തെ അങ്ങനെ വലിയ കാര്യത്തിൽ ചിന്തിക്കണോ എന്ന് ഡൗട്ട് വെച്ച് നിൽക്കുന്നവരാണെങ്കിൽ ചിന്തിക്കേണ്ട എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അതല്ല നിങ്ങൾക്ക് വിവാഹം കഴിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിവാഹം ഈ മാസം നടന്നില്ലെങ്കിൽ എനിക്ക് പിന്നീട് നടന്നില്ലെങ്കിലോ എന്നൊരു ചിന്തയ്ക്കുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ജാതക പരിശോധനയൊക്കെ നടത്തി നിങ്ങളുടെ പങ്കാളിയുടെ ജാതകവും ടൈമും ഒക്കെ ഒന്ന് നോക്കി വിവാഹത്തിലേക്കൊക്കെ ചിന്തിച്ച് പോവാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പോവാമെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്കൊരു വിഷയം എന്താണ്, റിപ്പീറ്റ് ആയിട്ട് പഠിക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരാം. ഇപ്പോൾ ഒരു കാര്യം തന്നെ വീണ്ടും എടുത്ത് പഠിക്കുന്നത് വെച്ചാൽ ആ ഒരു കാര്യത്തിൽ ഒന്ന് ഫെയിൽ ആവാനും പിന്നെ നിങ്ങൾക്ക് അത് വീണ്ടും പഠിച്ച് നിങ്ങൾക്ക് പാസ്സാവാനൊക്കെ സാധ്യതയുണ്ട്. അതിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന രീതിയും കൂടെ അനുസരിച്ചിരിക്കും എത്ര തവണ ആ സംഭവം റിപ്പീറ്റ് ചെയ്യണം എന്നൊരു ചിന്ത. സോ ആ കാര്യങ്ങളോട് നോക്കുക. അതുപോലെ തന്നെ ഒരു കാര്യത്തിലും അമിതമായ കോൺഫിഡൻസ് വേണ്ട, ഓവർ കോൺഫിഡൻസ് വേണ്ട, കറക്റ്റ് ഒരു കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾ പോയാൽ മതി. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. കൂടുതലായിട്ട് ആ പരീക്ഷ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യും. ബുധൻ 6 ഗുരു 3 ഒക്കെ നിൽക്കുന്ന സമയമാണ്. നമുക്ക് എന്താണ് നല്ലൊരു പ്രാക്ടീസ് ആവശ്യമായിട്ട് വരുന്ന സമയമാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്തൊരു കാര്യത്തിലും വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം കേട്ടോ. ആരോഗ്യ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജാഗ്രത വെക്കണം. നല്ല ജാഗ്രത ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഓക്കെയാണ്. എല്ലാ കാര്യങ്ങളും ജാഗ്രതയോടെ തന്നെ നോക്കി കാണുക കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഫേസ് ആയിരിക്കും ഇപ്പം എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായി നല്ലൊരു വെല്ലുവിളികളൊക്കെ നിറഞ്ഞൊരു ജീവിതം തന്നെയായിരിക്കും മീനരാശി സംബന്ധിച്ചോളം ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുക. പുതിയ കല്യാണം ചെയ്തവർക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ ജോഡികൾക്ക് തമ്മിൽ എന്താണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയം തന്നെയാണ്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം തന്നെയാണ് ഈ പ്രശ്നങ്ങൾ അധികമായിട്ട് വരാം. നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നിങ്ങൾ പോകണമെങ്കിൽ ഓക്കെയാണ്. അതല്ല ഒരു കൃത്യമായിട്ട് രണ്ടുപേരും മനസ്സിലാക്കിയിട്ടില്ല, രണ്ടുപേരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് വരാനൊക്കെ ചാൻസ് ഉള്ള സമയമാണ്. അതുപോലെ ആരും എന്ത് ചെയ്യണ്ട, കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട. ആരും കണ്ണും പൂട്ടി വിശ്വസിച്ച ഒരു കാര്യത്തിലേക്കൊന്നും ഇറങ്ങിത്തിരിക്കൊന്നും വേണ്ട. നിങ്ങൾക്കൊരു കാര്യം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജ് എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് മാത്രം ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുക. അതല്ലെങ്കിൽ മറ്റൊരാളുടെ വാക്ക് വിശ്വസിച്ച് അവരുടെ കൂടെ ഞാൻ ഇറങ്ങിയേക്കാം എന്ന് ചിന്തിച്ച് വേണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെ അവരുണ്ടാവും എന്ന് ചിന്തിച്ച് നിങ്ങളൊരു കാര്യത്തിൽ ഇറങ്ങേണ്ട. ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട എന്നാണ് എൻ്റെ പരമാർത്ഥമായ സത്യം. സോ അങ്ങനെയൊക്കെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് ഒരു മാസം നോക്കി കാണാൻ പറ്റും. അതല്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. ജീവിതത്തിൽ നേരിടേണ്ടതായ പല പ്രതിസന്ധികളും നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നേക്കാം ഈ ഒരു മാസത്തിൽ. എന്നാൽ അതിനൊക്കെ ഒരു ഫുൾ കോൺഫിഡൻസോടെ നോക്കി കണ്ടു കഴിഞ്ഞാൽ, ഫുൾ കോൺഫിഡൻസോടെ, ഓവർ കോൺഫിഡൻസ് അല്ല കേട്ടോ, കോൺഫിഡൻസോടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെയാണ്. വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് എത്താൻ പറ്റും കേട്ടോ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് മീനരാശിയെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു അല്ലേ? നിങ്ങൾക്ക് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു ഫലം നമ്മുടെ അനുഭവത്തിൽ വരും. ഇപ്പോൾ പലരും നമ്മൾ പറയണ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും മെസ്സേജ് അയക്കാറുണ്ട്, എനിക്ക് ഈ പറയുന്ന ഫലങ്ങൾ, നല്ല ഫലങ്ങളൊന്നും ലഭിക്കാറില്ല, എന്നാൽ മോശ ഫലങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് കിട്ടും, ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് ലഭിച്ചു തുടങ്ങും എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടാവും, അയ്യോ എനിക്ക് മാത്രം എന്താ നല്ല ഫലങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്തതെന്നല്ലേ? നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ് അല്ലേ? നമ്മൾ ഓരോരുത്തരുടെ ജാതകം പരിശോധിച്ചിട്ടോ ഓരോരുത്തരുടെ പ്രശ്നം ചിന്തിച്ചിട്ടൊന്നുമല്ല ഈ ഫലം പറയാം. ഇത് പൊതുവേ മേടൻ രാശിക്കാർക്ക് ഈ ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പ്രകാരം എന്തൊക്കെയാണ് ഗോചര ഫലമാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പൊ ഈ ഗോചര ഫലത്തിൽ പൊതുവായിട്ടുള്ള ഫലങ്ങൾ മാത്രമാണ് പറയുക. നമുക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് കൃത്യമായി നമ്മുടെ ഒരു വ്യക്തിക്ക് ഇപ്പം എനിക്ക് എങ്ങനെയാണ് ഈ ഒരു മാസം എന്ന് മനസ്സിലാവുന്നത്, എൻ്റെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കത് കൃത്യമായിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രവചിക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ പഠിച്ചൊരു കാൽക്കുലേഷൻ, പിന്നെ നമ്മളെ ഉപാസന ബലമൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രെഡിക്ഷൻ പറയുന്നല്ലേ. അപ്പം വ്യക്തിപരമായിട്ടുള്ള കാര്യം വേണമെങ്കിൽ നമ്മൾ ജാതക പരിശോധനയിലൂടെ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു പൊതുവായിട്ടുള്ളൊരു
പൊതുഫലം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു ഫലത്തിലേക്ക് നയിക്കാൻ ലഭിക്കുക. കാരണം ആ ഒരു ഗ്രഹനില പ്രകാരം, ആ ഒരു മാസത്തെ ഗ്രഹനില പ്രകാരമാണ് ഈ ഫലം ഇടുന്നത്. അത് മാത്രമല്ല, മറ്റൊരാൾ ചോദിക്കുന്നതാണ് ഞാൻ ചന്ദ്രാളാണോ നോക്കേണ്ടത് ലഗ്നാളാണോ നോക്കേണ്ടതെന്ന്. ചന്ദ്രാളൻ നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സ്, അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ട് കാര്യം. ലഗ്നാൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ വിധി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത്. സോ ഒരു മാസഫലം ആയാലും എന്ത് ഫലമായാലും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടും നോക്കുക. നിങ്ങളിപ്പോൾ മേടരാശി ജനിച്ച ഒരാളാണ്, നിങ്ങളുടെ ലഗ്നം എന്ന് പറയുന്നത് മീനമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കർക്കിടകമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കർക്കിടക മാസത്തെ നിങ്ങളുടെ ഫലം ഒന്ന് എടുത്ത് കാണുക. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് രണ്ട് ഫലം എന്ത് കേൾക്കുക. അപ്പം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. കാരണം നിങ്ങൾക്ക് എൻ്റെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് കുറച്ചെങ്കിലും എടുക്കാൻ പറ്റുന്ന അങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ ചന്ദ്രാൾ മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ ലഗ്നാൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിലേറ്റഡ് ആയിട്ട് ഗോചര ഫലം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലൊക്കെ ബാധിക്കാൻ 25 to 30 പെർസെൻറ്റേജ് ഒക്കെയാണ് ബാധിക്കുക. കാരണം കൂടുതൽ നമ്മുടെ ജാതകത്തിലെ പ്രകാരമാണ് നമുക്കൊരു കാലം എങ്ങനെ പോകണം, എങ്ങനെയായിരിക്കും ഒരു മാസം എന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ടൊരു കാര്യത്തിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ, ഒരു സുപ്രധാനമായ കാര്യത്തിലേക്കാണ് ഇറങ്ങാൻ നിൽക്കുന്നതെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ജാതക പരിശോധന നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്കതിൽ ആ ഒരു ഇറങ്ങുന്ന മേഖലയിൽ ശോഭിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇതിന് ദോഷങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പൊതുവായിട്ട് വീഡിയോയിൽ അങ്ങനെ അധികം പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവായിട്ട് ഫലം പറഞ്ഞു കഴിയുമ്പം അതിൻ്റെ കൂടെ പൊതുവായിട്ടൊരു നമ്മൾ പറയുമ്പോൾ ഓക്കെ ഇപ്പോൾ ചില തടസ്സങ്ങൾ വരുമ്പോൾ ഇവർ ഈ പൊതുഫലങ്ങൾ അല്ലെങ്കിൽ പൊതുവായിട്ട് ചെയ്യാനുള്ള വഴിപാടുകൾ പോയി ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് അത്ര വലിയ ബെനിഫിറ്റ് വഴിപാട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. എന്നിരുന്നാലും കൃത്യമായ ഒരു ഫലം നമുക്കൊരു മരുന്ന് മേടിക്കുകയാണെങ്കിലും നമ്മുടെ രോഗം എന്താണ് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടൊരു മരുന്ന് തരുന്നതും പൊതുവായിട്ടൊരു മരുന്ന് നിർദ്ദേശിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അതെല്ലാവർക്കും എന്താവില്ല, സ്യൂട്ടായെന്ന് വരില്ല. സോ ഓരോ വ്യക്തിയുടെ എനർജി ലെവൽ നോക്കിയും അവരുടെ ദൈവാനുഭവം നോക്കി അവരുടെ ഓരോ എനർജിയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ആ വ്യക്തിപരമായിട്ട് ആ വ്യക്തിക്ക് എന്ത് വഴിപാടാണ് നൽകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അധികം എന്ത് ചെയ്യാത്ത ഒരു വീഡിയോയിൽ പൊതുവായിട്ട് നമ്മൾ പറയാത്ത, നമ്മൾ കുറച്ചൊക്കെ ആദ്യമേ നല്ല രീതിയിൽ എന്താണ് കമൻസ് വഴിപാടിനെ കുറിച്ച് പറയാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വഴിപാടുകൾ ഓരോന്നും പറയാറുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയേണ്ടത് പൊതുവായിട്ടുള്ള ഫലമാണ്. അപ്പം അത് പൊതുവായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, ചെയ്തോടത്ത് ദോഷമൊന്നുമില്ല എന്താണ്. പക്ഷേ നമുക്ക് കൃത്യമായ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെ നോക്കിയാൽ മാത്രമേ അത് വ്യക്തിപരമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വിഷയം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലൊക്കെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്താൻ വേണ്ടി പേരും നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുക. പേരും നക്ഷത്രം കമൻറ്റ് ചെയ്യണ മുമ്പായിട്ട് എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, പേരും നക്ഷത്രം കൊണ്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തും തീരുമാനിക്കാൻ നമുക്ക് പറ്റൂ അല്ലേ. നമുക്ക് തീരുമാന ശക്തിയുള്ളവരാണ് മനുഷ്യരെന്ന് പറയുന്നത് അല്ലേ. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണ്. എന്നാൽ എടുക്കുന്ന തീരുമാനം എത്രമാത്രം കൃത്യവും വ്യക്തമാകുന്നത് നമ്മുടെ ഓരോ സാഹചര്യവും സമയവും അനുസരിച്ച് മാത്രമാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണ്, ഓരോ വ്യക്തി ജനിക്കുന്നതും പല സ്ഥലത്തും പല സാഹചര്യത്തിലും പല രീതിയിലും ജീവിച്ചു വളർന്നു വരുന്നവരാണ്. സോ ഇപ്പം നമ്മൾ പറയണം ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ജനിച്ചവരാണ്, എന്നിരുന്നാൽ പോലും അവരുടെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യാണ്ട് വ്യത്യാസം വരാണ്ട്. കാരണം എന്താ, ഇവർ രണ്ടുപേരും ജീവിച്ച് വളർന്നു വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരിക്കും. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും എന്ന് പറയുന്നത് എന്താണ്, വ്യത്യസ്തമായിരുന്നവരാണ് അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്. ഇപ്പം എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവുന്ന യാതൊരു നിർബന്ധവും ഇല്ല, ഇന്ന് അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നും യാതൊരു നിർബന്ധവും ഇല്ല അല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്താണ് അത് മനസ്സിലാക്കണം ആദ്യമേ. എന്നിട്ട് അതിനും കൂടി ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പരിസരം അല്ലെങ്കിൽ നമുക്കൊരു ഇത് കൊടുക്കണം. നമ്മൾ പറയാണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ്, എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടാറില്ല എന്ന് ആദ്യം ചിന്തിക്കണം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആദ്യമേ ചിന്തിക്കണം. ഓക്കെ, നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ടി നമ്മൾ എത്ര സമയം നീക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തിൽ, നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ആദ്യം തീരുമാനിക്കണം. ഓക്കെ, നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ജാതക പരിശോധന നോക്കിയാൽ തന്നെ കൂടുതൽ നോക്കുന്ന എന്താണ്, മക്കളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വൈഫിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ. ആരാണ് നോക്കുന്നത് അവരുടെ കാര്യത്തിലേക്ക് അവരെന്ത് ചെയ്യില്ല, ഒത്തിരി ചിന്ത കൊടുക്കാറില്ല. കാരണം അവർക്ക് നല്ലത് തരട്ടെ അല്ലെങ്കിൽ അവർ നല്ലതാണോ എന്നാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത്. എന്നാൽ നമുക്ക് കൂടി നല്ലത് വരുത്തിയാൽ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആ ഫാമിലിയുള്ളവരുണ്ടാവും ആക്റ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ സെൽഫ് ലവ് ചെയ്യുക. ഓക്കെ, അത് എന്തൊരു കാര്യത്തിലും ഇപ്പം
ജാതക പരിശോധന ആയാലും നമുക്ക് എന്തൊരു കാര്യങ്ങളും നിങ്ങൾ സാലറി വരുമ്പോഴായാലും ഒരു നിശ്ചയ പെർസെൻറ്റേജ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കിയേ. നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി സ്മൂത്തായിട്ട് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇപ്പം എന്താണ് ഒരു ജ്യോതിഷ ഫീൽഡിൽ കുറേ എന്താ പറഞ്ഞാൽ അതും എൻ്റെ ഒരു ഏജ് വെച്ച് ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേരും എൻ്റെ ഏജിന് കഴിഞ്ഞ് കൂടുതലുള്ള ആളാണ് അല്ലേ. അപ്പം ഇങ്ങനെ ഉപദേശമൊക്കെ നൽകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. അപ്പം എന്താണ് എല്ലാ വീഡിയോയും ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറില്ല. ഓക്കെ, ഈ വീഡിയോ എടുത്തപ്പം എനിക്ക് എന്താണ് ഇതിങ്ങനെ പറയണം എന്ന് തോന്നി. ഓക്കെ, ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല. നമുക്ക് ആ വീഡിയോയിൽ ആ ഒരു ഫീലിൽ നമുക്ക് ആ എനർജി ഇല്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിലേക്ക് ഇത് ഇപ്പം എത്തേണ്ട മെസ്സേജാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് അതിനെക്കുറിച്ച് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ആ കമൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് വേണ്ടിയല്ല, ആ കമൻറ്റ് വായിക്കുന്ന വ്യൂവേഴ്സിന് അല്ല അടുത്ത കാണുന്ന വ്യൂവേഴ്സിന് അവരുടെ ലൈഫിൽ അവർക്ക് ആ സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പം തൊട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തൊട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത മാസഫലം വരുന്നുണ്ടല്ലോ, ആ ഒരു മാസഫലത്തിൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ഒരു മാസം ഈ ഒരു വീഡിയോ വരുന്ന അടുത്ത വീഡിയോ ഒരു മാസത്തെ വരുമല്ലോ. അപ്പോൾ ആ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ആ സെൽഫ് ലവ് ചെയ്തതിനുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത തവണ എല്ലാവരും അടുത്ത മാസഫലം വരുമ്പോൾ ഈ മാസഫലത്തിൻ്റെ വീഡിയോ ഒന്നെടുത്ത് കണ്ടു നോക്കുക. എന്ത് ചെയ്യുക, എന്നിട്ട് കമൻറ്റും അവർക്ക് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരിക എന്നൊക്കെ. ഇനി അതല്ലെങ്കിൽ സെപ്റ്റംബർ മാസഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അതിൻ്റെ കമൻറ്റ് ഇട്ട്. ചിലപ്പോൾ എനിക്ക് അന്നേരം ഇത് പറയാൻ ഞാൻ ഓർമ്മ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്റ്റംബർ മാസഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ സെൽഫ് ലവ് ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.